ഹോസ്പിറ്റലിൽ കിടക്കലായിട്ട് ഹല്ലേലൂയ. വലിയനായ ദൈവം സ്തോത്രം. അടിയങ്ങളെ അടിയുടെ പ്രിയപ്പെട്ടവരൊക്കെ കൺമണി പോലെ അങ്ങ് കാത്തു പരിപാലിച്ച ഞങ്ങളുടെ കയ്ക്കാൻ നന്ദിയോട് സ്തോത്രം ഞാൻ ശ്രമിക്കുന്നു. അപ്പൊ അടിയാടി സമ്പൂർണ്ണമായ താഴ്ച സമർപ്പിക്കുന്ന കർത്താവേ, ജീവിതത്തിലെ കുറവുള്ള ബലങ്ങളൊക്കെ ദൈവം ക്ഷമിക്കണേ. ക്ഷമിച്ചാൽ ൂന്യായത്താൽ കഴിയണ കർത്താവെ സ്തോത്രം. കൂടുതൽ കുഞ്ഞുങ്ങളെ രണ്ടുപേരും രക്തം മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നപ്പാ. അടിയുടെ കുറവുള്ള ബലങ്ങളൊന്നും കർത്താവ് ഇന്നത്തെ മീറ്റിംഗിന്റെ അനുഗ്രഹത്തിന്റെ അവസരമായിരിക്കാൻ സ്വർഗം അനുവദിക്കരുതപ്പാ. ഹല്ലേലൂയ. ഇന്നത്തെ മീറ്റിങ്ങിന് ഞങ്ങളുടെ കത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. അപ്പൊ ആദ്യോടൊന്നും പരിശുദ്ധാത്മാവ് നയിക്കുവാനായി പ്രാർത്ഥിക്കുന്നു. പാടുന്നതിനായി സ്തോത്രം. സങ്കീർത്തനം വായിക്കുന്ന കർത്താവ് ദാസിക്കായ സ്തോത്രം. അതിന് ശുശ്രൂഷയ്ക്കായി കടന്നു വരുന്ന കർത്താവ് ദൈവാസനായ സ്തോത്രം. കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട ദൂതുകളും ആലോചനകളും കർത്താവെ ദേവദാസൻ കൂടി കൽപ്പാൻ സ്വർഗം സഹായിക്കുന്ന കർത്താവെ. ഇന്നത്തെ വചന അടിയാട്ടിയോട് സംസാരിക്കുന്ന കർത്താവെ. കയറുന്ന ഓരോ വ്യക്തിയോട് സംസാരിക്കുന്ന ഹല്ലേലൂയ. ഒരു പുതു അഭിഷേകം കർത്താവ് ഓരോ മക്കളുടെ ജീവിതത്തിൽ ഇരിക്കുന്ന ഇടങ്ങളിൽ അനുഭവിപ്പാൻ സ്വർഗം സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പച്ചാ ഹല്ലേലൂയ. തക്ക സമയത്ത് എല്ലാ മക്കളും ജോയിൻ ചെയ്യാൻ സ്വർഗം സഹായിക്കണേ. അനുഗ്രഹിക്കപ്പെട്ട ഒരു മീറ്റിംഗിലേക്ക് ഇപ്പം സ്വർഗം സഹായിക്കണേ എന്ന് കൂടെ അപേക്ഷിക്കുന്നു. പ്രാർത്ഥനയാനും കെട്ടിക്ക് ആ സ്തോത്രം യേശു ക്രിസ്തു നാമത്തിൽ അപേക്ഷിക്കുന്ന ദേഹത്തോന്നി ഉത്തരമല്ലുമാറാണമേ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. നമുക്ക് കർത്താവിനെ ഇന്നത്തെ മീറ്റിംഗ് ആരംഭിക്കാം. കർത്താവിനെ പാടി സ്തുതിച്ചുകൊണ്ട് ഹല്ലേലൂയ ഇന്നത്തെ മീറ്റിംഗ് ആരംഭിക്കാം. അതിനായി പ്രിയ പെണ്ണമാമെ ദൈവനാമത്തിൽ ക്ഷണിച്ചോളൂ. സ്തോത്രം 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 സ്തോത്രം. രാത്രിക്കായി സ്തുതിക്കുന്ന കർത്താവേ, അല്പസമയം താകപ്പെടുത്തിരിക്കുന്ന കർത്താവെ, അവിടുത്തെ സാന്നിധ്യത്തിന്റെ മറവിലായിരിക്കാൻ സഹായിക്കണം. രാത്രികാലം കർത്താവെ, നടുവേദനത്തിന്റെ വെമ്പടികളെ സമ്പൂർണ്ണമായിട്ട് താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവെ, നിങ്ങളെ ഓരോരുത്തരെയൊക്കെ പാതപെടുത്തിൽ ഏൽപ്പിക്കാവുന്ന കർത്താവെ, പാടുവാനും പ്രാർത്ഥിക്കുവാനും കർത്താവ് ഇവിടുത്തെ കൃപ കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരോട് പ്രാർത്ഥിക്കുന്നത് വചന ശുശ്രൂഷകളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാനൊക്കെ സഹായിക്കണം കർത്താവിടെ. ഞങ്ങളുടെ ആടെ കർത്താവെ, അല്പസമയം പാപാതപ്പെടുത്തിരിക്കുന്ന പ്രാർത്ഥന കേട്ടിരിക്കാൻ യേശുവിന്റെ നാമത്തിൽ ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി, എന്റെ എത്ര നല്ലവേ, അവനെന്നും മതിയായവൻ. എന്റെ എത്ര നല്ലവേ, അവനെന്നും മതിയായവൻ. എന്റെ പാപഭാരമെല്ലാം തന്റെ ചുമലിൽ ഏറ്റുകണ്ട് എനിക്കായി കുരിശിൽ മരിച്ചു. എന്റെ യേശു എത്ര നല്ലവൻ, എനിക്കായി കുരിശിൽ മരിച്ചു. എന്റെ യേശു എത്ര നല്ലവൻ, എന്റെ ആവശ്യങ്ങളറിഞ്ഞു ആകാശത്തിൻ കിളിവാതിൽ തുറന്നു. എല്ലാം സമൃദ്ധിയായി നേടിയിടുന്നു. എന്റെ യേശു എത്ര നല്ലവൻ, എല്ലാം സമൃദ്ധിയായി നേടിയിടുന്നു. എന്റെ യേശു എത്ര നല്ലവൻ. മനോഭാരത്താലഞ്ഞു മനോവേദനയാൽ നിറഞ്ഞു മനമുരുകി ഞാൻ കരഞ്ഞിടുമ്പോൾ എന്റെ യേശു എത്ര നല്ലവൻ. മനമുരുകി ഞാൻ കരഞ്ഞിടുമ്പോൾ എന്റെ യേശു എത്ര നല്ലവൻ. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി, എന്റെ യേശു എത്ര നല്ലവൻ. അവനെന്നും മതിയായവൻ.
രോഗശൈലിയിലെനിക്കു വൈദ്യൻ സുഖവേശ്വാസകൻ കൊടും വെയിലതിൽ തണലുമാവൻ എന്റെ യേശു എത്ര നല്ലവൻ കൊടും വെയിലതിൽ തണലുമാവൻ എന്റെ യേശു എത്ര നല്ലവൻ എന്തൊരു നാളും കൈവിടില്ല ഒരു നാളില്ല ഒരു നാളും മറന്നില്ല എന്റെ യേശു എത്ര നല്ലവൻ ഒരു നാളും മറന്നില്ല എന്റെ യേശു എത്ര നല്ലവൻ എന്റെ യേശു വന്നിടുമ്പോൾ തിരുമാണിടും ഞാൻ പോയപ്പോൾ തൻവേഗം വരും എന്റെ യേശു എത്ര നല്ലവൻ പോയപ്പോൾ തൻവേഗം വരും എന്റെ യേശു എത്ര നല്ലവൻ ഇന്നയോളം എന്നെ നടത്തി ഇന്നയോളം എന്നെ പുലർത്തി എന്റെ യേശു എത്ര നല്ലവൻ അവനെന്നുമെന്നും മതിയായവൻ എന്റെ യേശു എത്ര നല്ലവൻ അവനെന്നുമെന്നും മതിയായവൻ ഒന്നുമില്ലായ്കയിൽ നിന്നെന്നെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു നിത്യമായി സ്നേഹിച്ചെന്നെ നിന്റെ പുത്രനെ തന്നു രക്ഷിച്ചു നീ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടും കൃപയ്ക്കായി അങ്ങേ സ്തുതിച്ചിടും ഈ ലോകത്തിൽ വന്നേച്ചു എന്റെ മാലൊഴിപ്പാൻ സഹിച്ചുവെക്കൂ പീഡകൾ സങ്കടങ്ങൾ പങ്ക പാടുകൾ നിജമാരണം കൃപയ്ക്കായി ഞാൻ കൊതിച്ചിടുന്നു കൃപയ്ക്കായി ഞാൻ സ്തുതിച്ചിടുമെന്നും മോചനം ജയമേ നിജഭാവിയെ വസിപ്പാൻ പിന്നാത്മാവിന്റെ ദാനം തന്നു സ്വർഗാനുഗ്രഹങ്ങളും കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടും കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും അനവസ്ത്രാദി നന്മകളെ എണ്ണമില്ലാതെ
ചൊരിഞ്ഞു തിന്മകൾ സർവത്തിൽ നിന്നു കൺമണി പോലെ കാത്തുന്നു നീ കൃപയ്ക്കായി ഞാൻ കൃപയ്ക്കായി അങ്ങേ ഞാൻ നാശമില്ലാത്തവ യേശുവിൽ ഭാഗ്യസന്നിധി നിധിയിൽ തിന്മക്കൾക്കും സ്വർഗേ ലഭിക്കും തിന്മ ഞാൻ തിന്മ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും നാശമില്ലാത്തവകാശവും യേശുവിൽ ഭാഗ്യസന്നിധിയും നീതിയിൽ തിന്മക്കൾക്കും സ്വർഗേ ലഭിക്കും നിന്മ കൃപയ്ക്കായി ഞാൻ സ്തുതിച്ചിടുമല്ലോ നിന്മ കൃപയ്ക്കായി ഞാൻ സ്തുതിച്ചിടുമെന്നും നിന്മ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും ആമേൻ ഹല്ലേലൂയ സ്തോത്രം 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 ആമേൻ സ്തോത്രം ആമേൻ സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം 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 ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടുവാൻ പ്രിയമാതാവിനെ സഹായിച്ചതിനായി ദൈവത്തിന് കോടാനുകോടി സ്തോത്രം. കൂടുതൽ കൂടുതൽ ശക്തിയോടെ ദൈവത്തിന് പ്രയോജനപ്പെടുവാൻ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇനി നമുക്ക് സങ്കീർത്തനം വായിക്കാനുള്ള സമയമാണ്. അതിനുവേണ്ടി ഞാൻ തന്നെ സങ്കീർത്തനം വായിക്കാം. കഴിഞ്ഞ 150 ദിവസമായിട്ട് നമ്മൾ സങ്കീർത്തനം തുടർമാനമായിട്ട് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 150 സങ്കീർത്തനം ഇന്നലെ കഴിഞ്ഞു. വീണ്ടും നമ്മൾ സങ്കീർത്തനം ആദ്യം തൊട്ട് വീണ്ടും വായിക്കുകയാണ്. കഴിഞ്ഞ 150 ദിവസത്തെ സങ്കീർത്തനത്തിൽ എല്ലാവർക്കും ഒരു വാക്കും 2 വാക്കൊക്കെ എങ്കിലും നമ്മുടെ ഹൃദയത്തിൽ ആഴമായി പതിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സങ്കീർത്തനം തുടർമാനമായി വായിക്കുന്ന നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമാണ്. ഇന്ന് നമുക്ക് 1-ാമത്തെ സങ്കീർത്തനം വായിക്കാം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നൊക്കെ സാധിക്കും. ദുഷ്ടന്മാർ അങ്ങനെയല്ല, അവർ കാറ്റുപാറ്റുന്ന പതർ പോലെ അത്രേ. ആകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിലും നിവർന്നു നിൽക്കയില്ല. യഹോവ ദുഷ്ടന്മാരുടെ വഴി അറിയുന്നു, നീതിമാന്മാരുടെ വഴി അറിയുന്നു. ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകുന്നു. സ്തോത്രം സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം സ്തോത്രം. ഈ സങ്കീർത്തനങ്ങള് 150 അധ്യായങ്ങളാണ്. ഈ ഒരു കാവ്യ പുസ്തക രൂപത്തിലാണ് ഈ സങ്കീർത്തനത്തെ എഴുതിയേക്കുന്ന. വിവിധ തലത്തിലുള്ള
അഭിഷിക്തന്മാരാൽ എഴുതിയ സങ്കീർത്തനങ്ങളാണ്. ദാവീദ് 73 സങ്കീർത്തനം, ആസാബ് 12 സങ്കീർത്തനം, ശലോമോൻ 2 സങ്കീർത്തനം, മോശ 90 സങ്കീർത്തനം, വറവ്, ഹേവാൻ, ഘോരക്, അങ്ങനെ കുറെ സങ്കീർത്തനം, ആസാബ്, അങ്ങനെയുള്ള ദേവദാസന്മാരിൽ കൂടെ എഴുതിയതാണ് ഈ സങ്കീർത്തനം. ഈ 150 സങ്കീർത്തനം. അതില് പഞ്ചഗ്രന്ഥങ്ങൾക്ക് തുല്യമായിട്ടുള്ള, അതായത് മോശയുടെ 5 പുസ്തകങ്ങൾക്ക് തുല്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്നതാണ് ഈ സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ഒന്നാമത്തെ സങ്കീർത്തനത്തിൽ തന്നെ വായിക്കുമ്പോൾ 2 വ്യക്തിത്വത്തെ കാണിക്കുന്നത്, 2 അവസ്ഥകളെ, അതുപോലെ 2 വഴികളെ, പിന്നെ അതിൻ്റെ അവരുടെ അവസാനം എന്താകും, അങ്ങനെ 3 തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ ഒന്നാം സങ്കീർത്തനത്തിൽ പറയുന്നത്. അതിൻ്റെ ഒന്നാമത്തെ വാക്യം തന്നെ അതിനകത്ത് 3 തരത്തിലുള്ള ആൾക്കാരെ, 3 തരത്തിലുള്ള ജീവിത രീതിയെയും കാണിക്കുന്നുണ്ട്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, ഒന്നാമതായി ദുഷ്ടൻ, അവന്റെ പദ്ധതിയുടെ, അവനുണ്ടാക്കുന്ന പദ്ധതിക്ക് അനുസരിച്ച് നടക്കരുത്. രണ്ടാമത്തെ കാര്യം പറയുന്നത് പാപിയുടെ വഴിയിൽ നിൽക്കരുത്. അവരുടെ ജീവിത രീതിയിൽ നമ്മൾ അവരുടെ പിന്നാലെ പോയി നിൽക്കാൻ പാടില്ല എന്നും. പിന്നെ മൂന്നാമത്തെ, പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. അപ്പൊ 3 വ്യക്തികളും 3 രീതികൾ, 3 അവസ്ഥകളെയും കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് 3ലും നമ്മൾ ആരും, ഒരു ദൈവ പൈതല് എപ്പോഴും ദുഷ്ടന്മാരുടെ ആലോചനയും നടക്കാൻ പാടില്ല, പാപിയുടെ വഴി നിൽക്കാൻ പാടില്ല, പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ കാണുമ്പോൾ നമ്മൾ അവിടെ വിട്ട് ഓടേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ എബ്രായർ 12 ഇങ്ങനെ പറയുന്നത്, ആകയാൽ സാക്ഷിയുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് എന്നും പറഞ്ഞ് തുടങ്ങിയിട്ട് പറയുന്ന എന്തുവാ, മുറുകെ പറ്റുന്ന പാപം, ഭാരം, ഇതൊക്കെ വിട്ട് ഓടിയിട്ട് നമ്മൾ എവിടെ നോക്കണം, നമ്മുടെ ട്രാക്ക് തെറ്റാതെ നമ്മൾ ഓടേണ്ടത് ആവശ്യമാണ്. ഈ ഇങ്ങനെയുള്ള അവസ്ഥകളിൽ ആയിരിക്കുന്ന ആൾക്കാരുടെ കൂടെ പോയാൽ നമ്മുടെ ആത്മീയതയും നമ്മുടെ ജീവിത വിശുദ്ധിയും എല്ലാം നഷ്ടപ്പെട്ടു പോകുമെന്ന് ഈ സങ്കീർത്തനത്തിൽ കൂടി നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. പിന്നെ പറയുന്നത് എന്തുവാ, ഇതിനകത്ത് ഭാഗ്യവാന്റെ അവസ്ഥകളാണ്. ഒരു ഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ എന്താകണമെന്ന് പറയുന്നുണ്ട്. യഹോവയുടെ ന്യായപ്രമാണത്തിൽ എല്ലായ്പ്പോഴും സന്തോഷിക്കണം. ഒരു മനുഷ്യൻ ഈ ലോകത്തില് പലതിലും ചിലതിലും ഒക്കെ സന്തോഷിപ്പാനുണ്ട്. ഒരു യൗവനക്കാരനോട് ചോദിച്ചാൽ അവന് യൗവനത്തിൻ്റെതായ സന്തോഷങ്ങൾ അവന് പറയാൻ കഴിയും. എന്നാല് ഒരു ദൈവ പൈതൽ എല്ലായ്പ്പോഴും യഹോവയുടെ ന്യായപ്രമാണത്തിൽ ധ്യാനിക്കണം. അതുപോലെ തന്നെ അവന്റെ ന്യായപ്രമാണത്തെ വായിച്ച് സന്തോഷിക്കണം. അതാണ് ഒരു ദൈവ പൈതലിനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള വ്യക്തിയാണ് ഒരു ഭാഗ്യവാൻ എന്ന് പറയുന്നത്. മോശയൊക്കെ ആണെങ്കിലും തലമുറയായി ഈ ന്യായപ്രമാണത്തെ നിങ്ങൾ പാലിക്കണം, അത് ഹൃദയത്തിന്റെ പലകയിൽ എഴുതണം, നിങ്ങൾ നടക്കുമ്പോൾ, ഇരിക്കുമ്പോൾ, കിടക്കുമ്പോൾ എല്ലായ്പ്പോഴും അത് നിങ്ങൾ ധ്യാനിച്ചുകൊണ്ട് വേണമെന്ന് പറയണം. ഇസ്രായേൽ മക്കളുടെ കട്ടളകളിലെല്ലാം ഒരു ന്യായപ്രമാണത്തിന്റെ ഒരു കൂട് അടിച്ചവരിങ്ങനെ ഭിത്തിക്ക് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അവർ പുറത്തോട്ട് ഇറങ്ങുമ്പോഴും അതേലൊന്ന് ചുംബിച്ചേച്ചു പോവും. അതുപോലെ തിരിച്ചു വരുമ്പോഴും എവിടെയെല്ലാം അത് കാണുന്നോ, ഒരു കടയിൽ ചെന്നാലും കടയുടെ ഡോറയിൽ അത് കാണും. അതുപോലെ ഏത് വീട്ടിൽ ചെന്നാലും അല്ലെങ്കിൽ വേറൊരു സ്ഥാപനത്തിൽ ചെന്നാലും എല്ലാം ഇങ്ങനെ ഒരു കൂടിരിപ്പുണ്ട്. അപ്പൊ അവര് അത് ഹൃദയത്തിന്റെ പലകയിൽ എഴുതി വെച്ചേക്കുന്നത് അത് പാലിക്കുന്നതുകൊണ്ട് അവർ അതേലൊന്ന് കൈവച്ചിട്ട് ഒന്ന് ചുംബിച്ചിട്ടാ പോകുന്നത്. എന്നാൽ നമ്മളൊക്കെയാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ദൈവവചനമാകുന്ന പെട്ടകത്തെ നമ്മൾ എത്രമാത്രം അത് വായിക്കുന്നുണ്ടെന്നും എത്രമാത്രം ആ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കേണ്ടെന്നൊക്കെ നമ്മളെ തന്നെ ഒന്ന് രാത്രി ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. അങ്ങനെ യഹോവയുടെ ന്യായപ്രമാണത്തിൽ ധ്യാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന ഭക്തന്റെ ജീവിതം എങ്ങനെയാണെന്നാണ് അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അപ്പോൾ ഒരാറ്റരികത്ത് നട്ടിരിക്കുന്ന ഒരു വൃക്ഷത്തിന്റെ അവസ്ഥ എന്താണ്? എപ്പോഴും അത് ഫലം കാണും. കാരണം അതിൻ്റെ വേരെപ്പോഴും വെള്ളവുമായിട്ടൊരു ബന്ധം ഉണ്ടാകും. അതുകൊണ്ട് അതെപ്പോഴും പച്ചയായിട്ടിരിക്കും. ഒരിക്കലും ആ ഇല വാടി നിൽക്കത്തില്ല. എന്നാൽ ഈ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ നിൽക്കുന്നതിൻ്റെ ജീവിതത്തിൽ എത്ര കഷ്ടത വന്നാലും, വേദന വന്നാലും, തകർച്ച വന്നാലും അവൻ്റെ ഹൃദയം എല്ലായ്പ്പോഴും ദൈവവുമായുള്ള ഒരു അഭേദ്യമായ ബന്ധത്തിൽ ഇരിക്കുന്നതുകൊണ്ട് അവനൊരിക്കലും വാടിപ്പോകത്തില്ല. ദുഷ്ടൻ വിചാരിക്കും ഇപ്പോൾ അവർ വീണു പോവും, ഇപ്പോൾ അവർ തകർന്നു പോകുമെന്നൊക്കെ നമ്മുടെ
നമ്മുടെ തകർച്ച കാണാൻ, നമ്മുടെ വീഴ്ച കാണാനൊക്കെ നോക്കിക്കൊണ്ടിരുന്നാലും നമ്മൾ കർത്താവും ശിഷ്യന്മാരും പോയ പടക് വെള്ളം കൊണ്ട് മുങ്ങി, കാറ്റടിച്ചു, തിരമാലകൾ പൊങ്ങി, എന്ത് വന്നിട്ടും ആ പടക് തകർന്നില്ല. എന്തുകൊണ്ടാ? അത് കർത്താവുള്ള പടക് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകത്തില്ല. അതുപോലെ നമ്മളും കർത്താവുമായുള്ള ബന്ധത്തിലും കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ ധ്യാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്താല് ആറ്റരികത്ത് നട്ടിരിക്കുന്നതും ഇലവാടാത്തതും വൃക്ഷം പോലെ അത് എപ്പോഴും എന്തോ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ജീവിതത്തിലും ഫലമുള്ള വൃക്ഷത്തെ അതിന്റെ രൂപം കൊണ്ട്, അതിന്റെ ഭംഗി കൊണ്ട് മനസ്സിലാകുന്നതിന് ഫലം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. പല വൃക്ഷങ്ങളും നട്ടിട്ട് അതിന് ഫലം കായ്ക്കാതെ വരുമ്പോൾ വെട്ടിക്കളയുന്നാല് ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷത്തിന് എപ്പോഴും ഫലം ഉണ്ടായിരിക്കും, അതിന്റെ ഇല പച്ചയായിരിക്കും. അതാണ് പറയുന്നത്. ഇരമ്യാവിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, യഹോവയിൽ ആശ്രയിക്കുക, യഹോവ തന്നെ ആശ്രയമായിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാന്. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. അത് ഉഷ്ണം തട്ടുമ്പോഴത് നഷ്ടപ്പെട്ടു പോകാതെ വണ്ണം അതിന്റെ ഇല പേടിക്കത്തില്ല. എന്തുകൊണ്ടാ? അതിന്റെ വെള്ളത്തിന്റെ ഗന്ധം ഉള്ളത് കൊണ്ട്, വെള്ളവുമായൊരു ബന്ധമുള്ളതുകൊണ്ട് അതിന്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. ആ ഫലത്തെ കുറിച്ച് ഇരമ്യാവിന് എസ്കേൽ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ആ വൃക്ഷം 12 മാസക്കാലവും ഫലം കായ്ക്കുന്ന വൃക്ഷമായിരിക്കും. അതിന്റെ ഫലം രോഗോപശാന്തിക്ക് ഉതകുന്നതായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അതിന് ശേഷം പറയുന്നത് ദുഷ്ടന്മാരുടെ അവസ്ഥ, നീതിമാന്റെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഒരു ദുഷ്ടന്റെ അവസ്ഥ എന്തുവാ? അവൻ ദുഷ്ടൻ അങ്ങനെയല്ല. ദുഷ്പ്രവർത്തിക്കാട് നിമിത്തം നീ മുഷിയരുത്, നീതികേട് പ്രവർത്തിക്കുന്നവരോട് അസൂയപ്പെടുകയും ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. അപ്പൊ ദുഷ്ടത പ്രവർത്തിച്ചുകൊണ്ട് അവരാരെ വീഴ്ത്തണമെന്നൊക്കെ ചിന്തിച്ച് അവരിയ്ക്കും. അവരുടെ ഹൃദയത്തിൽ എപ്പോഴും ഇങ്ങനെ കാറ്റുപാറ്റുന്ന പതിർ പോലെയാ, സ്ഥിരയല്ല. അവരുടെ മനസ്സ് സ്ഥിരതയില്ല ഒരിക്കലും. ഏത് കാര്യത്തിലും അവരുടെ മനസ്സിങ്ങനെ അസ്ഥിരമായിരിക്കും. യാക്കോബിന്റെ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, സ്ഥിരമാനസിന് മാത്രമേ നിന്നിൽ ആശ്രയം വെച്ചിരിക്കാൻ നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കും. എന്നാല് ഒരു മനുഷ്യന്റെ അവന് സംശയത്തോട് നോക്കുന്ന മനുഷ്യൻ എപ്പോഴും ഈ കാറ്റടിച്ചുലയുന്ന കടൽത്തിരയ്ക്ക് സമയം എന്ന് പറയുന്ന പോലെ അവന്റെ മനസ്സ് അസ്ഥിരമായിരിക്കും. ഒരു കാര്യത്തിലും സ്ഥിരത ഉണ്ടാകത്തില്ല. ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവന്റെ മൈൻഡ് ഡൈവേർട്ട് ചെയ്ത് മറ്റൊരു കാര്യത്തിലേക്ക് പോകും. അങ്ങനെയാണ് ഒരു ദുഷ്ടന്റെ മനസ്സെന്ന് പറയുന്നത്. അതേസമയം ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കുന്ന മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും അവനൊരു സ്ഥിരത ഉണ്ടാകും. അവൻ എന്ത് ആഗ്രഹിച്ചാലും അവൻ എന്ത് ചെയ്താലും അത് സാധ്യമാക്കി കൊടുക്കുന്നതാണ് ഒരു ഭക്തന്റെ ജീവിതം, ഒരു ഭാഗ്യപരമായ ഒരു അനുഭവം എന്ന് പറയുന്നത്. എന്നിട്ട് പിന്നെ പറയുന്നത് എന്തുവാ? ആകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിലും നിൽക്കയില്ല. ദുഷ്ടന്മാര് ന്യായവിസ്താരത്തിൽ, ന്യായമുള്ളിടത്ത് ന്യായം പ്രവർത്തിക്കുന്നവരുടെ മുൻപാകെ അവർക്ക് നിൽക്കാൻ കഴിയത്തില്ല. കാരണം എപ്പോഴും അവരുടെ മനസ്സ് സ്ഥിരതയില്ലല്ലോ. പിന്നെ എങ്ങനെയാ അവർക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നത്? എന്നാൽ പാപികൾ നീതിമാന്മാരുടെ സഭയിലും നിവർന്നു നിൽക്കത്തില്ല. ഒരു ദുഷ്ടനും രണ്ട് വ്യക്തിയാണ് പറയുന്നത്. ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിൽ. ഒരു നീതിമാന്മാരുടെ സഭയിൽ ഒരു പാപിക്ക് പോയി നിൽക്കാൻ പറ്റത്തില്ല. പാപി എപ്പോഴും അവന്റെ ജീവിത രീതി എന്ന് പറഞ്ഞാല് അവൻ പാപത്തിലാണ് അവൻ നിൽക്കുന്നത്. കയ്യിനോട് പറഞ്ഞു നമുക്കറിയാം, പാപം നിന്റെ പടിവാതിൽ കിടക്കുന്നു, നീ ഏതിൽ ഇഷ്ടപ്പെടുന്നു അത് നിനക്ക് സംഭവിക്കും. അപ്പം പാപം എല്ലാ മനുഷ്യന്റെ ജീവിതത്തിലുണ്ടെന്നാല് നീതിയായി നടന്ന് നേർ പറഞ്ഞ് ജീവിക്കുന്നവരാണ് ഒരു നീതിമാൻ എന്ന് പറയുന്നത്. എന്നാൽ ഒരു പാപി എപ്പോഴും പാപത്തിന്റെ അഗാധത്തിൽ തന്നെ അവന്റെ ജീവിതം, അവനെ എത്ര തിരുത്താൻ ശ്രമിച്ചാലും അവൻ അതിൽ നിന്ന് മാറണമെന്നൊരു താല്പര്യം കാണത്തില്ല. അങ്ങനെയാണ് ഒരു പാപിയുടെ അവസ്ഥ. എന്നാല് അതിന്റെ അവസാനത്തെ വാക്യം പറയുന്നുണ്ട്, യഹോവ ദുഷ്ടന്മാരുടെ വഴി അറിയുന്നു, നീതിമാന്മാരുടെ വഴി അറിയുന്നു. ദുഷ്ടന്മാരുടെ വഴിയോ നാശകരം തന്നെ. അപ്പൊ കർത്താവ് നീതിമാന്മാരുടെ അവരോരെ തന്നെ ഇന്ന് രാത്രി ശോധന ചെയ്യണം. എന്നിൽ നീതിയുണ്ടോ? ഞാനൊരു നീതിമാനാണോ? ഞാൻ ഈ ഭാഗ്യകരമായ അവസ്ഥയിലാണോ? ഞാനൊരു ഭാഗ്യവാൻ എന്ന വിളിപ്പേരിന് യോഗ്യനാണോ എന്നൊക്കെ ഇന്ന് രാത്രി കാലം നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യേണ്ടതേ ആവശ്യമാണ്. അതുപോലെ ദുഷ്ടന്മാരുടെ അവസ്ഥ എന്തുവാണെന്ന് നമുക്കറിയാം. ദുഷ്ടന്മാരുടെ വഴി നാശകരമാണ്. നാശത്തിന്റെ വഴി വിശാലമാണെന്നാല് ജീവന്റെ വഴിയോ ഇടുക്കവും ഞെരുക്കവും ഒക്കെ ഉള്ളത്. അതിലൊക്കെ കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയും ഒക്കെ പോകുന്നവനാൽ ദൈവരാജ്യത്തിന് അവകാശികളാക്കി തീരുമെന്ന് നമുക്ക് ദൈവവചനം തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമപ്പെടുത്തി, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദൈവഹിതം അല്ലാത്തത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിലെ പാപം ഏറ്റുപറഞ്ഞ് പാപക്ഷമയുള്ളവരായി പ്രാഗൽഭ്യത്തോടെ ഈ വചനങ്ങളെ
യഹോവയുടെ ന്യായപ്രമാണത്തെ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിച്ചുകൊണ്ട് ആ ഒരു ഭാഗ്യകരമായ അനുഭവത്തിലേക്ക് എത്തുവാൻ തക്കവണ്ണം ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ. ഹല്ലേലൂയ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഹല്ലേലൂയ സ്തോത്രം. സങ്കീർത്തനം വായിച്ച് അത് പ്രബോധിപ്പാൻ പ്രിയ ദേവദാസിയെ ദൈവം ബലപ്പെടുത്തിയതിനായി നന്ദിയോട് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ, മാനിക്കട്ടെ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് മുൻപായിട്ട് എനിക്ക് ഒരു വാക്ക് സാക്ഷി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും പ്രിയപ്പെട്ടവരോട് നമ്മുടെ പ്രയർ ഗ്രൂപ്പിൽ പറഞ്ഞിരുന്ന എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യം, അത് കഴിഞ്ഞ ദിവസം എൻ്റെ റിസൾട്ട് ലഭിക്കാൻ ഇടയായി. അതായത് പ്രോസ്റ്റേറ്റിന് മാത്രമേ ഉള്ളൂ പ്രശ്നമൊന്നും ഡോക്ടർ പറയാനിടയായി, മറ്റ് ശരീരങ്ങളൊന്നും ഇല്ലെന്ന് പറയാനിടയായി. അത് കാണിച്ചതിൻ്റെ അന്ന് തന്നെ പിറ്റേ ദിവസം തന്നെ ഡോക്ടർ പറഞ്ഞ് പിന്നെ കാർഡിയോളജി ഹാർട്ടിന്റെ പമ്പിങ് ഒക്കെ ബിലിവേഴ്സിൽ കാണിച്ചപ്പോൾ ആദ്യത്തെ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അവർ പറഞ്ഞ് കുറവാണെന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് മനസ്സിൽ വളരെ ഒരു ടെൻഷനും ഉണ്ടായിരുന്നു എനിക്ക്. ഇപ്പൊ ഇവിടെ പരിമല എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ നമ്മളത് കാണിച്ചു കഴിഞ്ഞപ്പോൾ അതൊന്നും യാതൊരു കുഴപ്പമില്ലെന്ന് അറിയാനിടയായി. പിന്നെ ഡോക്ടർ ഇപ്പൊ തൽക്കാലം പറഞ്ഞേക്കുന്നത് നമുക്ക് ഇഞ്ചക്ഷൻ എടുക്കാം, ഇഞ്ചക്ഷൻ എടുത്തിട്ട് അത് ഇങ്ങനെ 1 മാസം 2 എണ്ണം അങ്ങനെ വെച്ചെടുത്തിട്ട് ഓരോ മാസം കഴിയുന്തോറും അതിന്റെ അളവ് കുറച്ച് വന്ന് 3 മാസം കൂടി ഇരിക്കുമ്പോൾ 1 6 അങ്ങനെ ആക്കാം. എന്നിട്ട് ഈ പ്രോസ്റ്റേറ്റ് അവർ പറഞ്ഞ് ടെസ്റ്റ് ചെയ്യും. അത് ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് കുറവാണെങ്കിൽ റേഡിയേഷൻ എടുക്കേണ്ടി വരത്തില്ല, അല്ലെങ്കിൽ ഒരു 6 മാസത്തിന് ശേഷം റേഡിയേഷൻ എടുക്കണമെന്ന് ഇങ്ങനെ പറയാനിടയായി. സത്യത്തിൽ സകല മാനവും മഹത്വം എൻ്റെ അപ്പച്ചൻ അർപ്പിക്കുകയാണ്. അതുപോലെ ആത്മാർത്ഥമായി ഞാൻ ഗ്രേസ് സിസ്റ്റർ ആണെങ്കിലും രശ്മി സിസ്റ്റർ ആണെങ്കിലും ഓരോ പ്രിയപ്പെട്ടവരും, ഞാൻ പേര് ആരും എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല, എല്ലാ പ്രിയപ്പെട്ടവരും എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഇത്രത്തോളം വിടുതലും സൗഖ്യം തന്ന് വളരെയേറെ ടെൻഷനിലൂടെ മാനസിക സംഘർഷത്തിലൂടെ ഒക്കെ കടന്നുപോയി. എന്നാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ പ്രാർത്ഥന ഞങ്ങൾക്കൊരു അനുഗ്രഹവും സമാധാനവും സന്തോഷവും ലഭിക്കാൻ ദൈവം സഹായിച്ചു. അനേക ദേവദാസന്മാർ പ്രാർത്ഥിച്ചു. എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിച്ച് സഹായിച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ മക്കളും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. നമുക്കിനിയും നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണല്ലോ, അതിനായ സമയത്തെ വേർതിരിക്കുന്നു. അനവധി വിഷയങ്ങൾ നമ്മുടെ മുൻപാകെ ഉണ്ട്. സ്തോത്രം. നമുക്ക് ഓരോ വിഷയങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ആദ്യമായി നമ്മുടെ ഹല്ലേലൂയ നമ്മുടെ ഗ്രൂപ്പിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രയർ ഗ്രൂപ്പിലെ എല്ലാ കുടുംബങ്ങളെ ദൈവത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇതിനകത്തിൽ കണ്ടിന്യൂ ആയി കയറുന്ന ദേവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മൾ ഒത്തൊരുമിച്ച് എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ വിഷയങ്ങളെ ഓർത്ത് പ്രിയ അമ്മാളുമാറ്റി പ്രാർത്ഥിച്ചാലും. രശ്മി സിസ്റ്റർ പ്രാർത്ഥിച്ചോ. ഹൃദയത്തോടെ ഞങ്ങളെ തുണിക്കുന്ന രാജാവെ സ്തോത്രം ചെയ്തപ്പ വീണ്ടും ഒരു പ്രാവശ്യം നാഥ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്ത് വരുന്ന കർത്താവിന്റെ രാത്രികാല അല്പസമയം പാടുവാനും പ്രാർത്ഥിക്കാൻ അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളാ ദൈവമേ, നീ ഞങ്ങളെ അനുഗ്രഹിച്ചതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്ത വിശേഷ കർമ്മ ഗ്രൂപ്പിൽ കടന്നു വരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കുടുംബമായപ്പ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു നാഥ. ഹല്ലേലൂയ. കർത്താവേ, ഈ പ്രയർ ഗ്രൂപ്പിൽ കടന്നു വരുന്നത് ഓരോ കുടുംബങ്ങൾക്കും വലിയ അനുഗ്രഹമായി തീരുന്നതോർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്ത് കർത്താവേ, പ്രിയ സഹോദരിക്ക് കൊടുത്ത ദൈവമേ, ആ നല്ല സാക്ഷ്യത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന ഭവനത്തിന്റെ ദൈവത്തിന്റെ കരം അത്ഭുതകരമായി വിടിപ്പിക്കുന്ന ഹല്ലേലൂയ കർത്താവിന്റെ കരം ശക്തിയോടെ വെളിപ്പെടുത്തുന്നത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, വരും ദിവസങ്ങളിലും കർത്താവെ ആ ടെസ്റ്റുകളെല്ലാം നോർമലായി മാറട്ടെ. അത്ഭുതകരമായ വിടുതലിന്റെ സാക്ഷ്യം ഇനിയും പറയുവാൻ തക്കവണ്ണം കുടുംബത്തെ ദൈവം സഹായിക്കണം. ആ സഹോദരിയെ ദൈവം ബലപ്പെടുത്തണം, സഹായിക്കണം, ശക്തീകരിക്കണം. കുടുംബമായവരെ അനുഗ്രഹിക്കേണ്ടതിന് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, വിദ്യുത് സിസ്റ്റർ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്, നിന്റെ മകൾ ഈ ഗ്രൂപ്പിൽ കടന്നു വന്ന് ഹാലിലെ പ്രാർത്ഥനകളിൽ പങ്കെടുക്കുന്നതിന്റെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായി മാറട്ടെ. ദൈവത്തിന്റെ സന്നദ്ധയിൽ ഉറപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവിന്റെ ആവശ്യങ്ങളുടെ മേലെല്ലാം അപ്പന്റെ കരം വെളിപ്പെടണം. കുടുംബമായി അവരെ അനുഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. ദൈവമേ, അമ്മാളുവന്റെ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുന്ന പിതാവേ, തന്റെ മകളുടെ വിഷയങ്ങളിൽ ദൈവ അത്ഭുതങ്ങളെ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, മീറ്റിംഗ് കടന്നു വരുന്നത് തന്റെ ജീവിതത്തിലും വലിയ അനുഗ്രഹത്തിന്റെ സാക്ഷ്യങ്ങൾ പറവാൻ തക്കവണ്ണം തലമുറകളുടെ ജീവിതത്തിലും ദൈവ അത്ഭുതം ചെയ്യേണ്ടതിന് അപ്പച്ചന്റെ പൊന്നുകരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ആത്മീകമായി, ഭൗതികമായി, ശാരീരികമായി, സാമ്പത്തികമായി എല്ലാ നന്മകളാലും ദൈവം അനുഗ്രഹിക്കേണ്ടതിന് പ്രാർത്ഥിക്കണമെന്ന് വെച്ച് ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദൈവമേ, എന്ന് ദാസി അനുഗ്രഹിക്കണമേ. ദേശത്ത് കർത്താവിന്റെ വേലയിൽ ശക്തിയോടെ ദൈവം ഉപയോഗിക്കണം. ഏറിയ ആയുസ്സും ബലവും ആരോഗ്യം കൊടുത്ത് കർത്താവിന് വേണ്ടി വീണ്ടും ശക്തിയോടെ
നിൽപ്പാൻ ദൈവം സഹായിക്കേണ്ടതിന് അപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സാജൻ പാസ്റ്റർ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തന്റെ കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്ന, സഭയ്ക്കായി സ്തോത്രം ചെയ്യുന്ന, തന്റെ ശുശ്രൂഷകളെല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അപ്പച്ചായ ഹാലിലെ മീറ്റിംഗ് കടന്നു വരുന്നത് കർത്താവെ അങ്ങയുടെ അഭിഷേകത്തിന്റെ ജീവിതത്തിൽ അതൊരു വലിയ അനുഗ്രഹമായി മാറുവാൻ സഹായിക്കണമേ. സന്ധ്യ മനോജിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കണമേ. ദിവസങ്ങളിൽ അപ്പാ ദൈവമേ വളരെ ആഗ്രഹത്തോടെ മീറ്റിംഗിൽ പങ്കെടുക്കുന്നല്ലോ കർത്താവ്. തന്റെ പ്രാർത്ഥനാ വിഷയങ്ങളിലെല്ലാം ദൈവം അത്ഭുതം ചെയ്യണമേ. വലിയൊരു സാക്ഷ്യം ദൈവ കുടുംബത്തിന് കൊടുക്കേണ്ടതിന് അപ്പന്റെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന, മനുഷ്യ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ദിവസങ്ങൾ മകളുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന എല്ലാ അത്ഭുതങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന, ദൈവിക വാഗ്ദത്ത പ്രകാരം ദൈവം പറഞ്ഞ സമയത്ത് എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും കൊടുത്ത് ദാസിയെ ദൈവം അനുഗ്രഹിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ. സുശീലമ്മയെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ ഈ ഗ്രൂപ്പിൽ കടന്നു വരുന്നത് തന്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരണമേ. ആയുസ്സും ആരോഗ്യം ബലവും ശക്തിയും കൊടുക്കണം. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയങ്ങളിലും അപ്പച്ചന്റെ വലിയ കര പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹാലലിയ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന ഹാലലി മോളി എന്റെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദൈവമേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പിതാവെ. നിന്റെ സന്നദ്ധിയിലായിരുന്നു പ്രാർത്ഥിക്കുന്ന, നിലവിളിക്കുന്ന വിഷയങ്ങളിൽ ദൈവം അത്ഭുതങ്ങളെ ചെയ്യണമേ. ഒരു കുടുംബമായി അനുഗ്രഹിക്കണമേ. തലമുറകളെ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ജനജാന്റെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ദൈവമേ ദിവസങ്ങൾ നിന്റെ സന്നദ്ധിയിലെടുത്ത തീരുമാനങ്ങളെ ഉറച്ചു നിൽപ്പാന്, ദൈവത്തിന്റെ സന്നദ്ധിയിൽ കടന്നു പോകുവാന്, വലിയ വിടുതലുകൾ അനുഭവിപ്പാന്, കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം വഹിപ്പാന് തന്റെ ജീവിതത്തെ ദൈവം ഒരുക്കേണ്ടതിന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. സുജയോർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഈ ഗ്രൂപ്പിന്റെ ആവശ്യമായ എല്ലാ കാര്യങ്ങളിലും കർത്താവ് താൻ ചുമൽ കൊടുക്കുന്നത് തന്റെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന, അനുഗ്രഹിക്കപ്പെട്ട ഒരു ജോലി ദൈവമേ നിന്റെ മകന് വേണ്ടി ദൈവം ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഹാലിൽ എല്ലാ നന്മകളാലും അനുഗ്രഹങ്ങളാലും ദൈവമേ അങ്ങ് നിറയ്ക്കേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഹാലിലിയ ഷെല്ലി സിസ്റ്റർ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദൈവമേ. കുടുംബമായി ദൈവം അവരെ അനുഗ്രഹിക്കണമേ. തലമുറകളെ അനുഗ്രഹിക്കണമേ. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ അത്ഭുതം ചെയ്യണമേ കർത്താവ്. ഓരോ ദിനവും വിശ്വാസത്തിൽ വർദ്ധിച്ചു വരുവാൻ, വിശുദ്ധിയോടെ ദൈവത്തിന് വേണ്ടി നിൽക്കുവാന്, അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. വിജയ് സിസ്റ്റർ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്. കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കണമേ കർത്താവെ. ദിവസങ്ങളിൽ ദാസിയുടെ കണ്ണുനീരിനെ ദൈവം തുടയ്ക്കണമേ. വലിയ അത്ഭുതങ്ങൾ കർത്താവ് തന്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്യേണ്ടതിന്, അത്ഭുതകരമായ സാക്ഷ്യം ദേശത്ത് ദൈവം കൊടുക്കേണ്ടതിന്, വലിയ വിടുതലുകൾ ദൈവം തന്റെ ജീവിതത്തിൽ ചെയ്യേണ്ടതിന് കുടുംബമായ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന, മകനെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന ഹാലിലി ഹസ്ബൻഡിനെ, പ്രിയ മാതാവിനെ എല്ലാം ദൈവകരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന വലിയ മാറ്റങ്ങൾ ആ കുടുംബത്തിൽ ദൈവം ചെയ്തെടുക്കേണ്ടതിന് പിതാവിന്റെ കരങ്ങളിൽ ഈ സമയം ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സാറാമേന്റെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന പിതാവെ. ദാസിയെ ദൈവം അനുഗ്രഹിക്കണമേ കർത്താവെ. ആത്മീയമായി ദൈവം അനുഗ്രഹിക്കണമേ. ഭൗതികമായ നന്മകളെ കൊടുക്കണമേ. ശരീരത്തിലുള്ള കർത്താവ് അവസ്ഥകളെ എല്ലാം ദൈവമേ അനുഗ്രഹിച്ച് ആരോഗ്യത്തോടെ ബലത്തോടെ കുടുംബമായി കർത്താവിന് വേണ്ടി നിൽക്കുവാന്, ഏറിയ ഹാലേലിയ ബലത്തോടെ ശക്തിയോടെ ദൈവനാമത്തിന് വേണ്ടി ശോഭിപ്പാൻ കർത്താവെ അങ്ങ് സഹായിക്കേണ്ടതിന് അപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഹാലിലേബി പാസ്റ്റർ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഇന്ന് മധ്യ കർത്താവെ. ഞങ്ങളുടെ മധ്യ ദൈവമേ അങ്ങ് അയച്ചിരിക്കുന്നല്ലോ കർത്താവ്. വാസ്തവമായ ദൈവത്തിന്റെ ശബ്ദം കർത്താവെ ഞങ്ങളുടെ അഭിഷേകത്തിലൂടെ കേൾക്കുവാന്, കർത്താവെ മീറ്റിംഗിൽ ജോയിന്റ് ആയിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും വ്യക്തിപരമായി ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കേണ്ടതിന് ദൈവകരങ്ങളിൽ നിന്റെ അഭിഷേകത്തിനെ ഏൽപ്പിക്കുന്ന കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ശാരീരമായ ക്ഷീണത്തിലായിരുന്ന ദൈവമേ കർത്താവെ. നീ ഇത്രത്തോളം വിടുതൽ കൊടുത്ത് നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്ത കുടുംബമായി അനുഗ്രഹിക്കുന്നു, സഭയെ അനുഗ്രഹിക്കുന്നു, എല്ലാ ശുശ്രൂഷകളെയും ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ. ലൈവായി വാച്ച് ചെയ്യുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവെ. ഓരോരുത്തരെ ദൈവം അനുഗ്രഹിക്കണം. ഈ മീറ്റിംഗ് തുടങ്ങി കർത്താവെ ദിവസം വരെയും ദൈവമേ ഈ സാലിലിയ ഗ്രൂപ്പിൽ കടന്നു വന്ന കർത്താവിന്റെ വചനം ശുശ്രൂഷിച്ച എല്ലാ അഭിഷിക്തന്മാരെ കുടുംബമായി സഭയായി ഞങ്ങൾ ഓർത്തു പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഏറിയ അനുഗ്രഹങ്ങളാലും വിടുതലുകളാലും ദൈവം നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന വീണ്ടും കർത്താവ്. അന്ത്യകാല ഉണർവിൽ അതിശക്തിയോടെ ശോഭിപ്പാൻ ഓരോ അഭിഷിക്തന്മാരെ ദൈവകരങ്ങൾ ഞങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവ്. ഗ്രൂപ്പിൽ കടന്നു വരുന്ന എല്ലാ കുടുംബങ്ങളിലെ തലമുറകളെ ഞങ്ങൾ വിശേഷാൽ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ആര് നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിപ്പാൻ ദൈവത്തിന്റെ വഴിയിൽ നടക്കുന്ന ദൈവഭയമുള്ള ഒരു തലമുറയുടെ ഗ്രൂപ്പാക്കി ദൈവം മാറ്റേണ്ടതിന് പ്രാർത്ഥിക്കുന്ന കർത്താവിന് വേണ്ടി ശക്തിയോട് ശോഭിക്കുന്ന ഒരു കൂട്ടത്തെ ദൈവമേ ഈ ഗ്രൂപ്പിലൂടെ പരിശുദ്ധാത്മാവെ എഴുന്നേൽപ്പിക്കേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന. ഈ ഗ്രൂപ്പിനെ കുറിച്ചുള്ള എല്ലാ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന അതെല്ലാ ദിവസങ്ങളില് അപ്പാ അങ്ങയുടെ സമയം പോലെ അത് നിവർത്തിക്കപ്പെടേണ്ടതിന് ദൈവകരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഞങ്ങളുടെ വാഗ്ദത്തങ്ങൾ എല്ലാം ഉവ്വ് ആമേൻ ആമേൻ എന്ന് പിതാവെ ഞങ്ങളുടെ തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നു പിതാവെ. അതെല്ലാം തക്ക സമയത്ത് നിവർത്തിക്കപ്പെടേണ്ടതിന് അപ്പച്ചന്റെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ. അങ്ങയുടെ വാഗ്ദത്തം പോലെ വരും ദിവസങ്ങൾ അനേകർ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുവാന്, വിടുതലുകൾ പ്രാപിക്കുവാൻ, അത്ഭുത സാക്ഷ്യങ്ങൾ വെളിപ്പെടുവാൻ, രോഗികൾ സൗഖ്യം പ്രാപിക്കാൻ അപ്പ നീ സഹായിക്കേണ്ടതിന്
പിതാവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ആരും നിരാശപ്പെടുവാൻ ദൈവം ഇടവരുത്തില്ല. എല്ലാവരുടെയും കണ്ണുനീരിനെ ദൈവം തുടയ്ക്കണം. ഏതൊക്കെ വിഷയത്തോടെ നിന്റെ കുഞ്ഞുങ്ങൾ നിന്റെ സന്നിധി കടന്നു വരുന്ന കർത്താവ്, ഓരോ വിഷയങ്ങളിലും പിതാവെ ഞങ്ങളുടെ മഹത്വമേറിയ കരം ചലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ അത്ഭുത സാക്ഷ്യങ്ങൾ കേൾപ്പാൻ അപ്പാ നീ സഹായിക്കേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടയിൽ ആരെങ്കിലും രോഗികളായിട്ടുണ്ടെങ്കിൽ അപ്പൊ അവരെ ഞങ്ങൾ ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്, അത്ഭുതകരമായ സൗഖ്യം വിടുതലും കൊടുത്ത് ആരോഗ്യത്തോടെ ഓരോ മീറ്റിങ്ങുകളും അറ്റൻഡ് ചെയ്യുവാനും വിടുതലുകൾ പ്രാപിക്കാൻ പ്രിയപ്പെട്ടവരെല്ലാം അപ്പ നീ സഹായിക്കേണ്ടതിന് അപ്പച്ചന്റെ പൊന്നുകരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ. അപ്പ ആ ഗ്രൂപ്പിനെ മൊത്തമായ അവിടുത്തെ കരങ്ങളിൽ താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവ്. ഇന്നത്തെ ആരാധന, പാട്ട്, പ്രാർത്ഥന എല്ലാം ദൈവം ഇനി അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്തു. തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളിലും ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ചലിക്കേണ്ടതിന് അപ്പന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവെ. അവിടുന്ന് അത്ഭുതം ചെയ്യുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. സകല മാനവും മഹത്വം അങ്ങേക്ക് സമർപ്പിക്കുന്നു. നസറേനായ യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കേൾക്കണമേ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. അമ്മേൻ അമ്മേൻ. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടാനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ദൈവകരത്തിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ ഹയർ സ്റ്റഡിക്ക് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ വരെയുള്ള മക്കളെയെല്ലാം ദൈവത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. 10th-ന്റെയും 12th-ന്റെ എക്സാം കഴിഞ്ഞിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നല്ല വിജയം കൊടുക്കണം. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലെ വിദ്യാഭ്യാസത്തോട് ബന്ധത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. അവരായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവം സൂക്ഷിക്കണം. വിദ്യാഭ്യാസമൊക്കെ അനുഗ്രഹമായി തീരണം, നമുക്കതിനായി പ്രാർത്ഥിക്കാം. അതുപോലെ ജോലിയില്ലാതെ ഭാരപ്പെടുന്ന നമ്മുടെ എല്ലാ യൗവനക്കാര കുഞ്ഞുങ്ങളെ ദൈവത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തക്ക സമയത്ത് അവർക്ക് വേണ്ടി ദൈവം പുതുവഴികളെ തുറക്കണം. അതുപോലെ വിവാഹപ്രായമായി നിൽക്കുന്ന ആൺകുഞ്ഞുങ്ങളുണ്ട്, പെൺകുഞ്ഞുങ്ങളുണ്ട്, അവരെ ഓർത്ത് പ്രാർത്ഥിക്കാൻ തക്ക സമയത്ത് നല്ല കുടുംബജീവിതം ഒരുക്കി കൊടുക്കുമാറാണ്. അതിലുപരിയായി അവരൊക്കെ കർത്താവുമായ ഒരു വ്യക്തിപരമായ ബന്ധ ദിവസങ്ങളിൽ ഹല്ലേലൂയ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഹല്ലേലൂയ മാതാപിതാക്കളായ നമ്മൾ, സഹോദരങ്ങളായ നമ്മൾ, ആന്റിമാരായ നമ്മൾ ഒത്തൊരുമിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ വിഷയങ്ങളെ ഓർത്ത് പ്രിയ സന്ധ്യ സിസ്റ്റർ പ്രാർത്ഥിച്ചാൽ. കർത്താവേ, സ്തോത്രം 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 സ്തോത്രം. ഞങ്ങളെ ദിവത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല കർത്താവേ, അനുഗ്രഹീതമാകുന്ന ഈ രാത്രി സമയത്തിനായി സ്തോത്രം. കഴിഞ്ഞ പകൽ മുഴുവൻ ഞങ്ങളെ സൂക്ഷിച്ചു പരിപാലിച്ചു. ഞങ്ങളുടെ ഗമനാഗമനങ്ങളിലെല്ലാം കർത്താവിന്റെ സാന്നിധ്യവും കൃപയും കൂടെ ഇരുന്നു. ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ നന്മകളും തന്ന കർത്താവിന് സ്തോത്രം. ജീവനും ഭക്തിക്കും വേണ്ടുന്ന എല്ലാം തന്ന് ഞങ്ങളെ വഴി നടത്തിയ കർത്താവിന് സ്തോത്രം. ചോദിച്ചാലും നനച്ചാലും അത്യന്തപരമായി ഞങ്ങളെ വഴി നടത്തിയ കർത്താവിന് സ്തോത്രം. സകല മാനവും മഹത്വവും അങ്ങേക്ക് തർപ്പിക്കുന്ന കർത്താവെ, പറയപ്പെട്ട പ്രാർത്ഥനാ വിഷയത്തിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ തലമുറകളെ മറ്റുമായ തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളെ വിശ്വസ്തരെന്നെണ്ണി ഈ ഭൂമി ഞങ്ങളെ ഏൽപ്പിച്ച ഞങ്ങളുടെ തലമുറകൾ കർത്താവെ, അവരെ ദൈവകൃപയിൽ വളർത്തുവാൻ, ദൈവിക പത്യോപദേശത്തിൽ വളർത്തുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ദൈവമുള്ള കുഞ്ഞുങ്ങളായി വളർന്നു വരുവാൻ സഹായിക്കുമാറാകണം കർത്താവെ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പിഞ്ചു കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ബാലാരിഷ്ട, ബാലപീഠ, ബാലചാബല്യങ്ങളിൽ നിന്നെല്ലാം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവ് അവിടുന്ന് വിടിവിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകണമേ. ആരോഗ്യമുള്ള, ദൈവകൃപയുള്ള, ദൈവ തേജസ്സുള്ള കുഞ്ഞുങ്ങളായി ഓരോ കുഞ്ഞുങ്ങളും വളർന്നു വരുവാൻ സഹായിക്കുമാറാകണമേ. ഞങ്ങളുടെ കൗമാരക്കാരായ ആൺകുഞ്ഞുങ്ങളെയും പെൺകുഞ്ഞുങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, പാപം അവരുടെ വാതിക്കൽ കിടക്കുന്നു, അവരുടെ ആഗ്രഹം അതിനോടാകുന്നു. എന്നാൽ യോസെഫിനെ പോലെ അത് വിട്ട് ഓടുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഈ ദിവസങ്ങളിൽ സഹായിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വ്യക്തിപരമായി രക്ഷിക്കപ്പെടുവാൻ, വ്യക്തിപരമായി കർത്താവിന്റെ കൽപ്പന അനുസരിപ്പാൻ കർത്താവെ, ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ആത്മാഭിഷേകത്താൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം നിറയപ്പെടുവാൻ കർത്താവ് സഹായിക്കുമാറാകണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന വിദ്യാലയങ്ങൾ, അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർ, അവരുടെ കൂടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ക്രിസ്തുവിനെ അറിയുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ മുഖാന്തരം ഇടയാക്കി തീർക്കുമാറാകണം കർത്താവെ. അവരുടെ ഗമനാഗമനങ്ങളിലെല്ലാം അങ്ങയുടെ സാന്നിധ്യം കൂടെ ഇരിക്കുമാറാകണം. വഷളത്വവും മ്ലേച്ഛതയും നിറഞ്ഞ ഈ ദുഷ്ടലോകത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ദൈവകൃപയിൽ മാത്രമായിരിക്കാൻ അവിടുന്ന് സഹായിക്കുമാറാകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ യൗവനക്കാരായ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് സഹായിക്കുമാറാകണം കർത്താവെ. സ്തോത്രം സ്തോത്രം. 10th-നും ഹല്ലേലൂയ +2-നും പരീക്ഷയിൽ നിൽക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. കർത്താവ് അവരെ സഹായിക്കുമാറാകണമേ. അവരുടെ പരീക്ഷയോട് കൂടെ ഇരുന്ന് അവർക്ക് നല്ലൊരു വിജയം കർത്താവ് നൽകുന്നതിനായി സ്തോത്രം സ്തോത്രം സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഭാവി അവർക്ക് വേണ്ടി കർത്താവ് കരുതുന്നതിനായി സ്തോത്രം സ്തോത്രം. ഭവനത്തിൽ നിന്ന് മാതാപിതാക്കളെ വിട്ട് ഹോസ്റ്റലുകളിൽ പഠിക്കുന്നതായ ഞങ്ങളുടെ ആൺകുഞ്ഞുങ്ങളെയും പെൺകുഞ്ഞുങ്ങളെയും ഏൽപ്പിക്കുന്ന കർത്താവെ,
അവർ ആയിരിക്കുന്ന ഇടത്തില് ദൈവഭയം അവരുടെ ഉള്ളിൽ കൊടുക്കുമാറാകണമേ. ദൈവസ്നേഹം അവരുടെ ഉള്ളിൽ നൽകുമാറാകണമേ. വ്യക്തിപരമായി പ്രാർത്ഥിക്കുവാൻ, വ്യക്തിപരമായി വചനം ധ്യാനിപ്പാൻ എല്ലാം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അവിടുന്ന് ഒരുക്കിയെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം. കൂടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളോട് യേശുക്രിസ്തുവിനെ പരിചയപ്പെടുത്തുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അവിടുന്ന് ഒരുക്കിയെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വിദ്യാഭ്യാസം പൂർത്തീകരിച്ചിട്ടും മാന്യമായി ജോലിയില്ലാതെ ഭാരപ്പെടുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പലരുണ്ട്. അവരെ ഞങ്ങൾ ഒരു നിമിഷം ഓർക്കുന്നു കർത്താവ്. അവർക്ക് യോഗ്യമായ ജോലികളെ കൊടുത്ത് അവിടുന്ന് മാനിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. വിവാഹപ്രായമായ ഞങ്ങളുടെ ആൺകുഞ്ഞുങ്ങളെ പെൺകുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നു കർത്താവേ. മനുഷ്യനേകനായിരിക്കുന്ന നന്നല്ലെന്ന് അങ്ങയുടെ വചനമാകയാൽ കർത്താവേ സ്തോത്രം. അവർക്ക് യോഗ്യമായ മാന്യമായ തക്ക തുണകളെ കർത്താവ് നൽകണമേ. കർത്താവിന്റെ പ്രവൃത്തിയെ വേഗത്തിൽ അയക്കണമേ. തക്ക സമയത്ത് അവിടുന്ന് പ്രവർത്തിക്കുന്ന ദൈവമാണെന്ന് ഞങ്ങൾ അനുഭവിച്ച സത്യമാണ് നാഥ. ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വലുതും വിശാലവും ശ്രേഷ്ഠവുമായ വഴികൾ കർത്താവിനാൽ ഒരുക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. നന്മ ചെയ്യുന്നതിനായി സ്തോത്രം. വിവാഹം കഴിഞ്ഞിട്ട് കർത്താവെ കുടുംബജീവിതത്തിൽ വേണ്ടവണ്ണം സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതെ കഴിയുന്ന ദമ്പതികളെ ഞങ്ങൾ ഓർക്കുന്നു കർത്താവ്. അവരെ സഹായിക്കണമേ. സ്നേഹിക്കുവാൻ, കരുതുവാൻ, കീഴ്പ്പെടുവാൻ കർത്താവെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അവിടുന്ന് സഹായിക്കുമാറാകണമേ. കർത്താവെ ക്ഷമിപ്പാൻ, വഹിപ്പാൻ അവരുടെ ഉള്ളിൽ ക്രിയ ചെയ്യണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരെ ചൊവ്വയുള്ള പാതയെ നടത്തുമാറാകണമേ കർത്താവെ. മാതൃകയുള്ള കുടുംബജീവിതം നയിപ്പാൻ ഞങ്ങളുടെ യുവതലമുറകളെ എല്ലാം കർത്താവ് അവിടുന്ന് സഹായിക്കുമാറാകണം. വിവാഹം കഴിഞ്ഞിട്ട് തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികളുണ്ട് കർത്താവ്. അവർക്ക് തക്ക സമയത്ത് തലമുറകളെ കൊടുത്ത് മാനിക്കുമാറാകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. പറയപ്പെട്ട എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവകരങ്ങൾ ഒരു പ്രാവശ്യം കൂടി ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ക്രിസ്തുവിൽ പ്രസിദ്ധരായി തീരുവാൻ, നാളത്തെ വാഗ്ദാനങ്ങളായി തീരുവാൻ, യേശു ക്രിസ്തുവിനെ ഉയർത്തുന്ന കുഞ്ഞുങ്ങളായി തീരുവാൻ, അവരുടെ കാലഘട്ടങ്ങളിൽ അവരിലൂടെ യേശു ക്രിസ്തുവിനെ അനേകർ കണ്ടുമുട്ടുവാൻ സ്വർഗ്ഗത്തിലെ ദൈവമേ അവിടുന്ന് ഇടയാക്കണം. പുനഃപ്പിച്ചൻ അങ്ങനെ ചെയ്തതിനായി സ്തോത്രം. പ്രാർത്ഥനയ്ക്ക് തടസ്സമായിട്ട് എന്റെ ജീവിതത്തിലെ കുറവുകളെ കണക്കിടരുത്. പ്രാർത്ഥന കേട്ട് ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. സ്തോത്രം. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. നമുക്കിനി ഒരു വിഷയം കൂടെ പ്രാർത്ഥിക്കാം. സ്തോത്രം. നമ്മൾ അറിഞ്ഞ സന്തോഷം, സമാധാനം, ഹല്ലേലൂയ. അനേക മക്കൾ ഇനി അറിയാനുണ്ട്. നമ്മുടെ സഹോദരങ്ങളുണ്ട്, നമ്മുടെ അയൽക്കാരുണ്ട്, നമ്മുടെ കൂട്ടുകാര്, സ്നേഹിതരുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ സ്തോത്രം. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിനായി പ്രാർത്ഥിക്കാം. 28 സംസ്ഥാനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. 8 കേന്ദ്ര ഭരണപ്രദേശങ്ങൾക്കായി പ്രാർത്ഥിക്കാം. സ്തോത്രം. അവിടുത്തെ എല്ലാ സുവിശേഷ പ്രവർത്തനങ്ങളിൽ ആയിരിക്കും ദൈവദാസന്മാരെ ദൈവകരത്തിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അതുപോലെ ജയിലിൽ കിടക്കുന്ന ദൈവദാസന്മാരെ മോചനത്തിനായി പ്രാർത്ഥിക്കാം. ദേവദാസന്മാരെ പീഡിപ്പിക്കുന്നവരൊക്കെ ദിവസങ്ങൾ യേശുവിന്റെ സ്നേഹത്തിലേക്ക് അടുത്തു വരാൻ ഇടയായി തീർന്ന് നമുക്കതിനായി പ്രാർത്ഥിക്കാം. എല്ലാ മുസ്ലിം രാഷ്ട്രങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ സ്തോത്രം. മറ്റ് രാജ്യങ്ങളുണ്ടല്ലോ, ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ സുവിശേഷ പ്രവർത്തനത്തിലായിരിക്കും ദൈവദാസന്മാരുണ്ട്. അവരൊക്കെ അവിടെ ആയിരിക്കുമ്പോൾ ദൈവം സൂക്ഷിക്കണം. ഈ ദിവസങ്ങളിൽ അനേകം മക്കൾ ഹല്ലേലൂയ കർത്താവിന്റെ സ്നേഹത്തിലേക്ക് അടുത്തു വരാൻ ഇടയായി തീർന്ന് നമുക്ക് ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്തോത്രം ഈ വിഷയങ്ങളെ ഓർത്ത് മോൺസിസ്റ്റർ പ്രാർത്ഥിച്ചാലും. സാജൻ പാസ്റ്റർ ഉണ്ടല്ലോ, സാജൻ പാസ്റ്ററെ പ്രാർത്ഥിച്ചാട്ടെ. പാസ്റ്ററെ കേട്ടില്ലേ? പ്രാർത്ഥിച്ചാട്ടെ പാസ്റ്ററെ വിഷയങ്ങളെ വെച്ച്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, മനോഹരമായ ഈ സായാഹ്ന വേളയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. സംഭവമായ ഒരു കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ വിട്ട് കടന്നുപോയി പലവിധമായ ആപത്തുകളുടെ, അനർത്ഥങ്ങളുടെയും പ്രയാസങ്ങളുടെ, പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ ദൈവത്തിന്റെ കൃപയും കരുതലും പരിപാലനവും അനുഭവിച്ചറിയുവാൻ കൊണ്ട് ദൈവമായ കർത്താവ് ഇടയാക്കി തീർത്ത ദൈവകൃപയെ ഓർത്ത് ഞങ്ങൾ നന്ദി കരയേറ്റുന്നു. ഇന്ന് രാത്രികാലം കർത്താവ് അടിയങ്ങൾ നിന്റെ പാദപീഠത്തിലായിരിക്കുന്നത് ഞങ്ങളുടെ ആത്മീയ വർധനവിന് അത് കാരണമായി തീരുവാൻ കൊണ്ട് കർത്താവ് സഹായിക്കേണ്ടതിനായി ഞങ്ങൾ ഇതിനോട് പ്രാർത്ഥിക്കുന്നു. തിരുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവെ. വിശേഷാൽ കർത്താവെ, ഞങ്ങൾ വിവിധ വിഷയങ്ങളെ വഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയങ്ങൾക്കും ദൈവിക മറുപടികൾ ലഭിപ്പാൻ കൊണ്ട് നാഥാ നീ സഹായിക്കേണ്ടതിനായി ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുക. അല്പസമയം ഞങ്ങൾ തിരുവചനത്തിന്റെ മുൻപാകെ ആയിരിക്കുമ്പോൾ ആ വചനത്തിന്റെ വെളിപ്പാടുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ അത് അനുഭവിച്ചറിയുവാൻ കൊണ്ട് കർത്താവെ നീ സഹായിക്കേണ്ടതിനായി ഞങ്ങൾ ഇതിനോട് പ്രാർത്ഥിക്കുന്നു. ഈ കൂടിയൊരു ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ, അനേകർക്ക് ആശ്വാസവും വിടുതലുമായി തീരുവാൻ, സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരുവാൻ കൊണ്ട് കർത്താവെ നീ ഞങ്ങളെ സഹായിക്കേണ്ടതിനായി ഞങ്ങൾ ഇതിനോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ വചനം കേട്ട് കർത്താവ് നിശ്ചയമുള്ളവരായി
കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ട് മുന്നേറുവാൻ കൊണ്ടനാഥ നീ ഞങ്ങളെ സഹായിക്കേണ്ടതിന് വേണ്ടി അടിയങ്ങൾ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സൂം പ്ലാറ്റ്ഫോമിൽ കർത്താവ് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏതെല്ലാം വിഷയങ്ങൾ കർത്താവ് ഈ ഗ്രൂപ്പിൽ കൂടെ പ്രാർത്ഥിക്കുന്ന ആ വിഷയങ്ങൾക്കെല്ലാം പരിഹാരം ലഭിക്കുവാൻ തക്കണം, മറുപടികൾ ലഭിക്കുവാൻ തക്കണം, അതിൻ്റെതായ ദൈവിക പ്രവൃത്തികൾ എന്തെന്നുള്ളത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ തക്കണം. എല്ലാം നാഥ നീ സഹായിക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായി സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം നീ ഞങ്ങളെ വഴി നടത്തിയ വിധങ്ങൾക്കായി സ്തോത്രം. ഇത് ഈ കർത്താവെ ഹല്ലേലൂയ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ തക്കണം, അനേകർക്ക് ആശ്വാസവും അനുഗ്രഹമായി തീരുവാൻ തക്കണം കർത്താവ് സഹായിക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ ഇതിനോട് പ്രാർത്ഥിക്കുന്നു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല എന്ന് ഞങ്ങൾ തിരുവചനത്തിൽ വായിക്കുന്നത് പോലെ കർത്താവെ ഞങ്ങൾ തിരുമുഖത്തേക്ക് നോക്കുന്നു. അവങ്കിലേക്ക് നോക്കുമ്പോൾ കർത്താവെ ഞങ്ങളുടെ മുഖം ലജ്ജിച്ചു പോകുവാൻ ഇടയായി തീരാതെ കണ്ട് കർത്താവിൽ മാത്രം പ്രത്യാശ വെച്ചുകൊണ്ട് മുന്നേറുവാനുള്ളതായ ദൈവകൃപനാഥ നീ അടിയങ്ങളുടെ മേൽ പകരപ്പെടേണ്ടതിന് വേണ്ടി അടിയങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവജനം ശുശ്രൂഷിക്കുന്ന ദൈവാസനെ ഞങ്ങൾ ദൈവകാര്യങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രൂശിന്റെ മറവിൽ പറഞ്ഞു നിന്നുകൊണ്ട് ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കുവാൻ കൊണ്ട് കർത്താവ് സഹായിക്കുമാറാണമേ. അത് അനേകരുടെ ജീവിതങ്ങൾക്ക് വിടുതലിനും ആശ്വാസത്തിനും അനുഗ്രഹത്തിനും കാരണമായി തീരുവാൻ കൊണ്ട് കർത്താവ് സഹായിക്കണമേ. ദൈവവചന പ്രകാരം വ്യവസ്ഥ പ്രകാരം കർത്താവെ ക്രിസ്തീയ വഴികളിൽ കൂടെ കർത്താവെ അടിയങ്ങൾക്ക് കർത്താവ് കാൽച്ചുവടുകൾ വെച്ചുകൊണ്ട് ഓരോ പടി മുന്നേറുവാൻ ആവശ്യമായിരിക്കുന്ന സ്വർഗീയ കൃപകൾ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിന് മേൽ പകരപ്പെടേണ്ടതിന് വേണ്ടി അടിയങ്ങൾ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ രാത്രികാലം ഞങ്ങളെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ് കർത്താവെ. ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ ജീവിതത്തിന് മേൽ വെളിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ മുന്നേറുവാൻ കൊണ്ട് കർത്താവ് സഹായിക്കണമേ. രോഗികൾ സൗഖ്യമാകുവാൻ കൊണ്ട് കർത്താവ് സഹായിക്കണമേ. പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ കൊണ്ട് കർത്താവ് സഹായിക്കണമേ. പാപികൾ മാനസാന്തരപ്പെടുവാൻ കൊണ്ട് കർത്താവ് സഹായിക്കണമേ. അന്ത്യകാലത്ത് ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ കർത്താവെ അവിടെവിടങ്ങളിലായി നടക്കുവാൻ കൊണ്ട് കർത്താവ് സഹായിക്കണമേ. ലോകത്തിന്റെ സംഭവങ്ങളൊക്കെ കർത്താവിന്റെ വരവിനെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവെ ഈ ദിവസങ്ങളിൽ കർത്താവെ അല്ലെങ്കിൽ വിശുദ്ധിയെ തികച്ചുകൊണ്ട് വിശുദ്ധിയോടെ ജീവിപ്പാൻ കൊണ്ട് കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിന് ഇടയാക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ ഇതിനോട് പ്രാർത്ഥിക്കുന്നു. തിരുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവ്. ഞങ്ങളുടെ പ്രാർത്ഥനയുടെ കൃപകൾക്കായി സ്തോത്രം. പ്രാർത്ഥനയും മരുടെ കൃപകൾക്കായി സ്തോത്രം. എല്ലാം യേശു ക്രിസ്തുവിന്റെ ധന്യമേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. ആമേൻ. സ്തോത്രം. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. നമുക്ക് ഒരു വിഷയത്തിനൂടി പ്രാർത്ഥിക്കാം. ഭവനം ഇല്ലാതെ ഭാരപ്പെടുന്ന മക്കളുണ്ട്, കടഭാരത്തെ വലയുന്ന മക്കളുണ്ട്. സ്തോത്രം. വാടക കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. കുഞ്ഞുങ്ങളുടെ ഫീസ് അടയ്ക്കാൻ ബുദ്ധിമുട്ട്. ഈ പുതുവർഷം ഈ വരുന്ന ഇയറിൽ അവർക്ക് സ്കൂളിൽ പോകേണ്ട ആവശ്യമായ നന്മകൾ തക്ക സമയത്ത് അവർക്കൊക്കെ അവരുടെ കൈകളിൽ ലഭിക്കാൻ ഇടയായിത്തീരണം. നമുക്കതിനായി പ്രാർത്ഥിക്കാം. അങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ ഒക്കെ കടന്നു പോകുന്ന ലോണൊക്കെ എടുത്തിട്ട് ബാങ്കിൽ നിന്നൊക്കെ അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. നമുക്ക് അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം. പലരും ആരോടും പറയത്തില്ല അവർ കടന്നു പോകുന്ന അവസ്ഥകൾ. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഒത്തൊരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഈ വിഷയങ്ങളെ ഓർത്ത് പ്രിയ ശൈലജ സിസ്റ്റർ പ്രാർത്ഥിച്ചാലും. സുശീല പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. നല്ലവനും വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ രാത്രിയുടെ യാമത്തിൽ കർത്താവെ ഒരു വിഷയം കൂടി ദൈവമേ, നിന്റെ മക്കൾ അനേക വിഷയങ്ങൾ അപ്പായുടെ പാദപീഠത്തിൽ സമർപ്പിച്ചല്ലോ കർത്താവെ. ഞങ്ങൾ വീണ്ടും വിഷയങ്ങളുമായി എൻ്റെ അപ്പായുടെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്ന കർത്താവെ. സ്വന്തമായി ഭവനമില്ലാത്ത മക്കൾ കർത്താവെ, വാടക പോലും തക്ക സമയത്ത് കൊടുക്കാൻ കഴിയാതെ ഭാരപ്പെടുന്ന അനേക മക്കളുണ്ട് കർത്താവെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ. എൻ്റെ വലിയവനായ ദൈവത്തിന്റെ കരം നിന്റെ മക്കൾക്ക് അനുഗ്രഹമായി നീട്ടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. കടഭാരത്തിൽ കൂടി കടന്നു പോകുന്ന മക്കളെ തിരുക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ വലിയവനായ ദൈവം കർത്താവെ. എല്ലാ വാതിലുകളും കൊട്ടിയടയുമ്പോൾ പുതുവഴികളെ തുറക്കാൻ കഴിവുള്ള സർവേശ്വരന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങ് നിർണയപ്രകാരം വിളിച്ച് വേർതിരിച്ച് അങ്ങയുടെ മക്കൾക്ക് വേണ്ടി അവിടുന്ന് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും തോന്നിയിട്ടില്ല എന്ന് പറയുന്നത് പോലെ എൻ്റെ അപ്പ അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതിയല്ലോ കർത്താവെ. അങ്ങയുടെ മക്കളുടെ കണ്ണുനീർ തുടയ്ക്കുവാൻ അങ്ങേക്കല്ലാതെ മറ്റാർക്കും ഈ ഭൂമിയിൽ സാധ്യമല്ല കർത്താവെ. ഞങ്ങൾ വെറും പ്രാർത്ഥന മാത്രമാണ് കർത്താവെ. ഞങ്ങൾക്ക് അല്പത്തിൽ അല്പം കൂട്ടുവാനും കുറയ്ക്കുവാനും ആവതില്ലപ്പ. ഞങ്ങളുടെ സകല വിഷയങ്ങളും അപ്പായുടെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ വലിയവനായ ദൈവം കർത്താവെ, കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്നൊരു ദൈവമാണല്ലോ കർത്താവെ. എൻ്റെ പിതാവ് കണ്ണുനീർ മറികടന്നു പോകുന്ന ദൈവമല്ല. ചതഞ്ഞോടെ എൻ്റെ പിതാവ് ഒടിച്ച് കളയുകയില്ല, പുകയുന്ന തിരി കെടുത്തി കളയുകയില്ല. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുമെന്ന് അപ്പായുടെ
അപ്പായുടെ വചനമാണല്ലോ കർത്താവെ. അങ്ങനെയെങ്കിൽ ഹൃദയനുറുക്കത്തോടെ വിറയലാർന്ന കരങ്ങളോടെ ഭയഭക്തിയോടെ കർത്താവെ നീറുന്ന വിഷയങ്ങളുമായി അപ്പായുടെ പാദപിടത്തിലേക്ക് അടുത്തു വരുമ്പോൾ കർത്താവെ ഒരിക്കലും അവരെ ഉപേക്ഷിച്ച് കളയുവാൻ മനസ്സുള്ളവനല്ലല്ലോ കർത്താവെ. അവിടുന്ന് കരുതുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. അപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത ദൈവമാണല്ലോ കർത്താവെ. അവിടുന്ന് ദീർഘക്ഷമയുള്ളവനെങ്കിലും കർത്താവെ രാപകൽ നിലവിളിക്കുന്ന അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രതിക്രിയ ചെയ്യുമെന്നും അവരുടെ കാര്യങ്ങളെ ശുഭമാക്കി കൊടുക്കുമെന്നും തിരുവചനത്തിൽ പറയുന്നത് പോലെ കർത്താവെ നീ ഒരു മനുഷ്യരിലും ആശ്രയം വെക്കരുത്, യഹോവയിൽ ആശ്രയിച്ചുകൊള്ളുക, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, എന്റെ ദൈവത്തിൽ ആശ്രയം വെച്ചുകൊള്ളുക എന്ന് അരുളി ചെയ്ത ദൈവവചനപ്രകാരം കർത്താവെ ഞങ്ങൾ ഒരു മനുഷ്യരിലും അല്ലപ്പാ, ഞങ്ങളുടെ ആശ്രയം പിതാവിൽ മാത്രമാണ് കർത്താവെ. ആ മുറിഞ്ഞ പാദപീഠത്തിലേക്ക് ഞങ്ങളുടെ സമസ്ത വിഷയങ്ങളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയവനായ ദൈവം ഞങ്ങളെ കൈവിടുകയില്ലെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്ന കർത്താവെ. എല്ലാറ്റിനും എൻ്റെ അപ്പായ്ക്ക് ഒരു സമയമുണ്ട് കർത്താവെ. തക്ക സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ശക്തനായവൻ, സകലവും ഞങ്ങൾക്ക് വേണ്ടി നിർവഹിക്കാൻ ശക്തനായവനിൽ ഞങ്ങൾ പരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വലിയവനായ ദൈവത്തിന്റെ കരം എൻ്റെ മക്കൾക്ക് വേണ്ടി അനുഗ്രഹമാക്കി തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ പ്രാർത്ഥന യാചനയും കേട്ടിരിക്കുക. സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ആമേൻ. സ്തോത്രം, സ്തോത്രം. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. ഇത്രത്തോളം സമയം വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഹല്ലേലൂയ. പ്രിയ മക്കളെല്ലാം ദൈവം ബലപ്പെടുത്തിയല്ലോ. എല്ലാവരും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ, മാനിക്കട്ടെ. സ്തോത്രം. നമുക്കിനിയും വചന ശുശ്രൂഷയ്ക്കുള്ള സമയമാണല്ലോ. അതിനായ സമയത്തെ വേർതിരിക്കുന്നു. നമ്മുടെ മധ്യ കടന്നു വന്ന പ്രിയ ദേവദാസിനെ ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. വാഴ്ത്തത്തിന്റെ വിശ്വസന വാക്കുമാറാത്ത നല്ല സ്വർഗ്ഗപിതാവേ, ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം. അടിയുടെ മധ്യവചനവുമായി കടന്നു വന്ന പ്രിയ ദേവദാസനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ശരീരമായി ഭാരപ്പെട്ടുവെങ്കിലും കർത്താവ് കൊടുത്ത വിടുതലിനായ സൗഖ്യത്തിനായ സ്തോത്രം കർത്താവേ. സൗഖ്യത്തോടെ അടിയുടെ മധ്യത്തിൽ പിന്നെ ആയിരിക്കാൻ ദൈവം സഹായിച്ച വൻകൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യാൻ സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഇന്നത്തെ മീറ്റിങ്ങിന് കർത്താവേ ജനത്തിന് വേണ്ടുന്ന ദൂതുകളും ആലോചനകളും കർത്താവേ ദേവദാസിന്റെ പക്കൽ എന്റെ ദൈവം കൊടുത്തിരിക്കാൻ നന്ദിയോട് സ്തോത്രം ചെയ്യാൻ സ്തുതിക്കുന്ന അപ്പാ. ഹല്ലേലൂയ. അപ്പൻ അവിടുന്ന് കൈവിടല്ലേ അപ്പാ. ഹല്ലേലൂയ. ഓരോ മക്കളോട് വചനം സംസാരിക്കണം അപ്പാ. വിശുദ്ധാത്മാവിൽ നിറവിൽ നിന്നുകൊണ്ട് വചനം ഘോഷിപ്പാൻ ദേവദാസിനെ അവിടുന്ന് സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. കേൾക്കുന്ന മക്കൾക്ക് അത് അനുഗ്രഹമായി തീരുവാൻ സ്വർഗം സഹായിക്കണേ. അല്പസമയം അങ്ങോട്ട് തിരിച്ചലിരിക്കുമ്പോൾ നമ്മുടെ കൃപയിലടികൾ ഓരോരുത്തരും ഇരുത്തിയാട്ടെ. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ എബി പാസ്റ്റർ ദൈവനാമത്തിൽ അതിനെ ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചോളുന്നു. എല്ലാ ഭക്തന്മാർക്കും എല്ലാ സഹോദരി സഹോദരന്മാർക്കും വേഗം വരുന്ന ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിൽ ക്രിസ്തീയ വന്ദനങ്ങളെ അറിയിക്കുന്നു. ഈ സായാഹ്ന വേളയിൽ ഈ സൂം പ്ലാറ്റ്ഫോമിൽ കൂടി ദൈവവചനം കേൾക്കുവാനും പ്രാർത്ഥിപ്പാനും കടന്നു വന്ന എല്ലാവരെയും കർത്താവ് ബലപ്പെടുത്തുമാറാകട്ടെ. വിശേഷാൽ നമ്മുടെ നടുവിലുള്ളതായ സാജൻ പാസ്റ്റർ ദൈവത്തെ സ്തുതിക്കുന്നു. മറ്റ് ദൈവാസന്മാർ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. അദ്ദേഹം ഈ ദിവസങ്ങളിലൊക്കെ ഉപവാസ പ്രാർത്ഥനയിലായിരിക്കുന്നുവല്ലോ. കർത്താവ് സഭയെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ലോർഡ്. സ്തോത്രം. മീറ്റിംഗ് ലീഡ് ചെയ്ത പ്രിയ പ്രണീതായി സ്തോത്രം ചെയ്യുന്ന സങ്കീർത്തനം വായിച്ച് സഹായിച്ച പ്രിയ ഗ്രേസിയാന്റെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ ആമേൻ സ്തോത്രം കർത്താവ് എനിക്ക് തന്ന സാഹചര്യം പോലെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് മീറ്റിങ്ങിൽ പങ്കെടുപ്പാനൊക്കെ ദൈവത്തിനാത്മാവ് സഹായിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ അറിഞ്ഞതുപോലെ ശാരീരികമായി ബുദ്ധിമുട്ടുകൾ കടന്നു വന്നു. ദൈവം അറിഞ്ഞതായിരുന്നു, ദൈവത്തിന് ഉദ്ദേശമുണ്ടായിരുന്നു. പ്രൈസ് കർത്താവ് സൗഖ്യമാക്കി. സ്തോത്രം. ആമേൻ. ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രിയാണ് അല്പം കൂടി ഇവിടെ ഉള്ളവരൊക്കെ മീൻസ് വൈഫും കുഞ്ഞുങ്ങളും ഒക്കെ എനിക്ക് പ്രയാസമൊന്നുമില്ലായിരുന്നു. അവർ രാത്രിയിൽ ഞാനിങ്ങനെ ചുമയ്ക്കുന്നതൊക്കെ കേട്ടിട്ട് അവർ കടന്നു വന്നപ്പോൾ കട്ടിൽ മുഴുവനും ബ്ലഡാ. സ്തോത്രം. കട്ടിൽ കംപ്ലീറ്റ് ബ്ലഡാണ്. സ്തോത്രം. കുടുകൂടാതെ ബ്ലഡ്. ഞാനിതൊന്നും അറിയുന്നില്ല. കംപ്ലീറ്റ് ബ്ലഡും സംതിങ് ഒക്കെയോ. അപ്പൊ ഞാൻ ഇതൊന്നും അറിയുന്നില്ല. ഞാൻ ചുമയ്ക്കുന്നു, ഞാൻ കിടക്കുന്നു, ഇങ്ങനെയാണ്. അവർ തട്ടി ഉണർത്തി ഞാൻ നോക്കിപ്പെടാൻ ബ്ലഡ് മുഴുവനും കട്ടിലും തലയാണയെല്ലാം അങ്ങ് ബ്ലഡായി. സ്തോത്രം. പക്ഷെ കർത്താവ് ബലപ്പെടുത്തി, കർത്താവ് സൗഖ്യമാക്കി. അത് കഴിഞ്ഞ് ഇന്നലെ ജോലിക്ക് പോയി, ഇന്നും ജോലിക്ക് പോയി. മറ്റു ബുദ്ധിമുട്ടുകളൊന്നും കൂടാതെ കർത്താവ് സൂക്ഷിച്ചു. ആദ്യ ദിനത്തില്, അതായത് 3 days ഞാൻ ഭവനത്തിലായിരുന്നു. ഞായർ, തിങ്കൾ, ചൊവ്വ ഞാൻ ഭവനത്തിലായിരുന്നു. ബുധനാഴ്ച രാവിലെ ഓഫീസിൽ പോകുമ്പോൾ
ചെറിയൊരു മന്ദത ഉണ്ടായിരുന്നു. വാഹനം റോഡിൽ നിന്ന് സ്ലൈഡായി പോകുമോ, വഴുതി പോകുമോ എന്നൊക്കെയും ചിന്തിച്ചു. പക്ഷെ കർത്താവ് ബലപ്പെടുത്തി. സ്തോത്രം. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രയെല്ലാം കർത്താവ് ബലപ്പെടുത്തി. ഇന്നും ഓഫായിരുന്നു, എന്നാൽ ജോലിക്ക് വരണമെന്ന് അവര് നിർബന്ധിച്ചു. കടന്നു പോയി. അല്പം ടഫായിട്ടുള്ള ജോലി ആയിരുന്നെങ്കിലും കർത്താവ് ബലപ്പെടുത്തി. സ്തോത്രം. ഇതിന്റെയൊക്കെ പിന്നില് കർത്താവിന്റെ കരുതലും സ്നേഹവും നിങ്ങളുടെ പ്രാർത്ഥനയുമാണ്. ഹല്ലേലൂയ. കർമ്മൽ പ്രാർത്ഥന, ആ പേര് സ്തോത്രം, ഒരു അസാധാരണമായ പേരാ. സ്തോത്രം. പ്രാണൻ കൊടുത്ത് മഴ പെയ്യിക്കുന്ന ഒരു കർമ്മേല. സ്തോത്രം. ശരീരം നുറുങ്ങുമായി. ഏലിയാവിന്റെ ശരീരം നുറുങ്ങുകയാണ്. എന്നാലും ദേശത്തിന്റെ ക്ഷാമം മാറണം. നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കുക. എല്ലാ ഭക്തന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാ അഭിഷിക്തകൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക. സമയം കളയാതെ തിരുവചനത്തിലേക്ക് പ്രവേശിക്കട്ടെ. നമ്മളെ കർത്താവ് ഈ ദിവസങ്ങളിൽ നമ്മളെ പഠിപ്പിക്കുന്ന വിഷയങ്ങൾ, ഹീറയാം ഞാനിതാ, അടിയനിതാ. സ്തോത്രം. ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ ചോദിക്കുന്നു, എത്ര പേര് ഈ ദിവസങ്ങളിൽ ദൈവത്തോട് അങ്ങനെ ചെന്ന് പറഞ്ഞിട്ടുണ്ട്? നമ്മൾ ദൈവത്തിന്റെ പ്രസൻസ് ആഗ്രഹിക്കുന്നു, നമ്മൾ ദൈവത്തിന്റെ സാന്നിധ്യം ആഗ്രഹിക്കുന്നു. ദൈവം അതിനേക്കാൾ ആഗ്രഹിക്കുന്ന വിഷയമാണ്, ഞാൻ എൻ്റെ പുത്രന്റെ പ്രാണനെ കൊടുത്ത് വീണ്ടെടുത്ത എൻ്റെ ജനം എൻ്റെ ശബ്ദത്തിന് മുൻപിലുണ്ടോ? അവർ എൻ്റെ മുൻപാകെ ഉണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. ഏദോം തോട്ടത്തിൽ വെച്ച് മുഴങ്ങിയ ഒരു ശബ്ദമാണ്, മനുഷ്യ നീ എവിടെയാകുന്നു? ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന്റെ കാലൊച്ച തോട്ടത്തിൽ കേട്ടപ്പോൾ പ്രൈസ് ലോർഡ്, അതുവരെ ഒളിക്കാതിരുന്ന ആദമും ഹവ്വയും സ്തോത്ര ചെടികൾക്കിടയിൽ ഒളിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. പലപ്പോഴും നാം ദൈവത്തിന് മുൻപാകെ പ്രസന്റ് ആകാത്തതിന്റെ കാരണം നമ്മുടെ പാപങ്ങളാണ്, നമ്മുടെ തെറ്റുകളാണ്. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ വരുന്ന അകൃത്യങ്ങളാകുന്നു ദൈവത്തിന് മുൻപാകെ പർപ്പസിന് വേണ്ടി വരാൻ നമ്മളെ ഉത്സാഹിപ്പിക്കാത്തത്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മളെല്ലാം എപ്പോഴും പറയാറുണ്ട്, ഞാൻ എപ്പോഴും ദൈവത്തിന് മുൻപാകെയാണെന്നൊക്കെ. ഞാനും നിങ്ങളെല്ലാം പറയാറുണ്ട്, ഞാൻ എപ്പോഴും ദൈവത്തിന് മുൻപാകെയാ. ദൈവത്തിന് മുൻപാകെയാണെങ്കിൽ ദൈവം നിയോഗങ്ങളെ കൊണ്ട് ഓരോ ദിവസവും നിറയ്ക്കും. ഒരു ഭക്തന്റെ ജീവിതത്തിലെ എല്ലാ ദിവസവും ദൈവിക പർപ്പസുകളുടെ ദിവസമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. തന്റെ പുത്രന്റെ ജീവനെ നമുക്ക് തന്ന് നമ്മളെ വീണ്ടെടുത്തത് ഒരു സാധാ ക്രൈസ്തവ ജീവിതം നയിച്ചു പോകുവാനല്ല. എല്ലാ ദിവസവും ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു പ്ലാൻ ഉണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അത് ഞാൻ പറഞ്ഞത്, നമ്മൾ ദൈവത്തിന് മുൻപാകെ ആണെങ്കിൽ ഒരു ദിവസം തുടങ്ങുമ്പോൾ, കർത്താവേ ഞാൻ നിന്റെ മുൻപിലുണ്ട്, എന്നോട് ഇടപെടുമാറാകണമേ, എന്നോട് സംസാരിക്കണമേ, അങ്ങയുടെ ഇഷ്ടം എന്നെ അറിയിക്കണമേ എന്ന് പറഞ്ഞിട്ട് ദൈവത്തിന്റെ ഇഷ്ടം നിങ്ങൾ വീട്ടിലെ കാര്യങ്ങളെല്ലാം കുഞ്ഞുങ്ങളെ കാര്യം നോക്കണം, നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ കാര്യം നോക്കണം, ചർച്ചിന്റെ കാര്യങ്ങളെല്ലാം നോക്കണം. പക്ഷെ ഇതൊന്നുമല്ല ഞാൻ അടിയൻ ഇതാ എന്ന് പറയുമ്പോൾ സ്തോത്രം, അതിന്റെ ഡെപ്ത് അതൊന്നും അല്ല. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ ഡെയിലി നടക്കുന്ന വിഷയങ്ങളാ. നമ്മൾ പറയാറുണ്ട്, ഞാൻ ഇന്ന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. സ്തോത്രം. ഞാൻ പറയുന്ന അതിനും അപ്പുറമാണ് ഞാൻ ഇതാ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഞാൻ ഇന്ന് ഉപവസിച്ചു. ഞാൻ വിശ്വാസത്തോടെ പറയുന്നത് അതിനൊക്കെ ആഴമേറിയതാണ് ഞാൻ ഇതാ എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അപ്പൻ അമ്മ കുഞ്ഞുങ്ങളുള്ള വീട്. സ്തോത്രം. അപ്പനും അമ്മയ്ക്കും അറിയാം കുഞ്ഞുങ്ങൾ അടക്കം തന്നെ ആ വീട്ടിൽ തന്നെ ഉണ്ടെന്നറിയാം. സ്തോത്രം. അവരുടെ കണ്ണ് വെട്ടിച്ച് കുഞ്ഞുങ്ങൾ പോകത്തില്ല എന്നറിയാം. എന്റെ വീട്ടിലെ കാര്യം പറയാം, എന്റെ കുഞ്ഞുനാളത്തെ കാര്യങ്ങൾ പറയുക. സ്തോത്രം. ഇടയ്ക്കിടയ്ക്ക് അമ്മ വിളിക്കും, എബിയെ എന്ന് വിളിക്കും. സ്തോത്രം. ഞാൻ ആ റൗണ്ട് ഔട്ടിലൊക്കെ ഞങ്ങൾ ഉണ്ടോ എന്ന് അറിയാനാ വിളിക്കുന്നത്. എബിയെ, ആനി, പെങ്ങളുടെ പേര് ആനി അല്ല ആൻസിയൊക്കെ, അല്ല മോളെ ആനി മോളെ എന്നൊക്കെ വിളിക്കുന്നത് ഞങ്ങൾ അവരുടെ ആ കൺട്രോളിനകത്ത് ഞങ്ങൾ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു ചോദിക്കും. ഞാൻ ഓർക്കാറുണ്ട്, ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലൊക്കെ
ഞങ്ങളുടെ കൂട്ടുകാരൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ അവിടെയൊക്കെ പോകാതിരിക്കാൻ പറ്റുകയില്ലല്ലോ. പക്ഷെ മമ്മി ഒരു വിളിയുണ്ട്, എടാ എബിയേന്ന് വിളിക്കുമ്പോ ഉണ്ടല്ലോ സ്തോത്രം, മുയല ചാടി വരുന്ന പോലെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തോട്ട് ചാടി വരുന്നേ. സ്തോത്രം. ഞാൻ ഒറ്റ ചാട്ടമാ. സ്തോത്രം. ഈ വിളി കേൾക്കുന്ന എവിടെ വെച്ചാൽ ഈ അതിരെ വെച്ചേ ഞാൻ വിളി കേൾക്കത്തുള്ളൂ കേട്ടോ. ആദ്യം വിളിക്കോ എബിയെന്ന് വിളിക്കും, മിണ്ടത്തില്ല ഞാൻ. സ്തോത്രം. അവിടെ പോകുന്നതൊന്നും മമ്മിക്ക് ഇഷ്ടക്കേടൊന്നും അല്ല. പക്ഷെ മമ്മി നോക്കുന്നത് മമ്മിയുടെ വിളിപ്പുറത്ത് ഞാൻ ഉണ്ടോ എന്നാണ് നോക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. കാര്യങ്ങൾ മനസ്സിലായോ? സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ അപ്പനും അമ്മയും ആഗ്രഹിക്കുന്നത് അവരുടെ വിളിപ്പുറത്ത് നമ്മൾ ഉണ്ടായിരിക്കണം. ഇതെന്റെ അമ്മയുടെ വിളിയാ കേട്ടോ. പക്ഷെ എന്റെ അപ്പന്റെ വിളി ഇച്ചിരി ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാമല്ലോ. എന്റെ പപ്പായുടെ വിളി അല്പം കൂടി പ്രത്യേകതയുള്ളതാ. മമ്മി ഇടയ്ക്കിടയ്ക്ക് എബിയെ എന്ന് വിളിക്കാം. പപ്പ അങ്ങനൊന്നും വിളിക്കാറില്ല. ആമേ സ്തോത്രം. ഒരു ദിവസം 1 or 2 തവണ വിളിക്കാറുള്ളൂ ഞങ്ങളെ. സ്തോത്രം. ആ വിളി ഞങ്ങൾ വിളിപ്പുറത്തുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയുള്ളൊരു വിളിയല്ല, എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയാ വിളിക്കുന്നത്. സ്തോത്രം. കാര്യം മനസ്സിലായോ? വിളിപ്പുറത്തുള്ള ഒരു അനുഭവമുണ്ട്. ആന്റെ അപ്പൻ എന്തെങ്കിലും ഒരു കാര്യത്തിന് വിളിക്കുന്ന വിളിയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിങ്ങൾ ഇന്ന് വളരെ സ്നേഹത്തോടെ, നിങ്ങൾ വളരെ പ്രത്യാശയോടെ കടന്നു വന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്നാൽ എൻ്റെ അപ്പന്റെ സെക്കൻഡ് വിളി വരാൻ പോവുകയാ, ചില ദൗത്യങ്ങൾ ഏൽപ്പിക്കുവാൻ. ഞാൻ ഒരു ദൈവദാസനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. സാജൻ പാസ്റ്ററൊക്കെ കേട്ടിട്ടുണ്ടാകാം. ജോർജ് സാർ, അതിരിങ്കൽ ജോർജ് കുട്ടി പാസ്റ്റർ ഉണ്ട്, അതിരിങ്കൽ ജോർജ് സാറുണ്ട്. ജോർജ് സാറ് കർത്താവിൽ വിശ്രമിക്കുന്നു. പ്രൈസ് ലോർഡ്. അദ്ദേഹം എല്ലാ ദിവസവും ദൈവത്തിന്റെ പ്ലാൻ അനുസരിച്ച് എല്ലാം ചെയ്തിട്ടേ കിടക്കാറുള്ളൂ. സ്തോത്രം. ഒരു ദിവസം അദ്ദേഹം ശുശ്രൂഷ എല്ലാം കഴിഞ്ഞു വീട്ടിൽ മടങ്ങി വന്നു. അല്പം ക്ഷീണിച്ചു പോയി, ഒന്ന് പ്രാർത്ഥിച്ചിട്ട് കിടന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഭയങ്കര ഒരു കുറ്റബോധമുണ്ട്. ഇന്ന് ദൈവം എന്നെ വിളിച്ചില്ലല്ലോ, ഇന്ന് ദൈവത്തിന്റെ നിയോഗം ഒന്നും ഇന്ന് കിട്ടിയില്ലല്ലോ എന്നുള്ള. ശുശ്രൂഷ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. സ്തോത്രം. കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് വിശ്രമിക്കുക. പക്ഷെ അദ്ദേഹം ചിന്തിച്ചത്, ഇന്ന് ദൈവത്തിന്റെ നിയോഗങ്ങളൊന്നും എനിക്ക് കിട്ടിയില്ലല്ലോ, ഒരു പർപ്പസ് ഇന്ന് ഉണ്ടായില്ലല്ലോ എന്നൊക്കെ വളരെ വേദനപ്പെട്ട് അദ്ദേഹം ഭാരപ്പെട്ട് കിടക്കുക. രാത്രിയിലെ ഒരു യാമം എന്നൊക്കെ ഞാൻ മറന്നുപോയി. അദ്ദേഹത്തെ ദൈവം വിളിച്ചിട്ട് പറഞ്ഞു, ജോർജ്, നീ അദ്ദേഹം ഇത് സംഭവിക്കുന്നത് 35 years ബാക്കിലാ സംഭവം ഞാൻ പറയുന്നത്. സ്തോത്രം. അദ്ദേഹം ഈ വന പ്രദേശത്ത് അതിർത്തിയിലാ താമസിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തോട് ദൈവം പറഞ്ഞു, നീ വനത്തിന്റെ ഉള്ളിലേക്ക് പോകാൻ പറഞ്ഞു. ഉള്ളിലേക്ക് പറയുമ്പോൾ നമ്മൾ പറയുന്ന കടവയും ആനയുള്ള സ്ഥലമൊന്നും അല്ല. സഹോദരൻ. പ്രൈസ് ഗോഡ്. അവിടെ ചെന്ന് ഒരു പേര് വിളിക്കാൻ പറഞ്ഞു. അദ്ദേഹം വിളിച്ചു. അദ്ദേഹം ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, ഈ പാതിരാത്രിക്ക് ആരാ ഇവിടെ, ഞാൻ ഈ പേര് വിളിക്കേണ്ട കാര്യമുണ്ടോ? ദൈവം പറഞ്ഞു, ഞാനാ നിന്നെ വിളിച്ചുണർത്തിയത്, ഞാനാ നിനക്ക് നിയോഗം നൽകിയത്, നീ ആ പേര് ഉറക്കെ വിളിക്കാൻ പറഞ്ഞു. സ്തോത്രം. പലവട്ടം വിളിച്ചിട്ട് അതിനൊരു റെസ്പോണ്ടും ഇല്ല. പിന്നെയും വിളിക്കുവാൻ കർത്താവ് പറഞ്ഞു. ആ പേരൊക്കെ ഞാൻ വിട്ടുപോയി കേട്ടോ. സ്തോത്രം. അപ്പൊ പെട്ടെന്ന് ഒരു മനുഷ്യൻ ആ കാട്ടിൽ നിന്നൊരു കയറും തൂക്കി പിടിച്ചോ, കയ്യിലൊരു കയറും പിടിച്ചോണ്ട് ഈ ജോർജ് സാറിന്റെ മുന്നിൽ വന്ന് നിൽക്കുക. ജോർജ് സാർ അക്ഷരാർത്ഥത്തിൽ ഭയന്ന് പോയി കേട്ടോ. രാത്രിയിലൊരു മനുഷ്യന് സ്തോത്രം ഒരു കയറൊക്കെ പിടിച്ചോണ്ട് മുന്നിൽ നിൽക്കും. നിങ്ങൾ എന്തിനാണ് വിളിച്ചത്? സ്തോത്രം. ഈ മനുഷ്യൻ, നിങ്ങൾ എന്തിനാണ് വിളിച്ചത്? ഞാൻ ദൈവം പറഞ്ഞിട്ടാണ് വിളിച്ചത്. ചാവാനും സമ്മതിക്കത്തില്ല ഒന്നും. ഈ മനുഷ്യൻ കയറെടുത്തോണ്ട് വനത്തിൽ വന്ന് തൂങ്ങിച്ചാവാൻ വന്നയാ. ദൈവം വെറുതെ വിടുമോ? പ്രൈസ് ലോർഡ്. സ്തോത്രം. അദ്ദേഹത്തിന് ജോർജ് സാറിനെ അറിയാം. പ്രൈസ് ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. എന്റെ പൊന്നു പാഷേ, ജീവിതം മടുത്ത് ഞാൻ മരണത്തിന് വേണ്ടി വന്നതാ. നിന്നെ ദൈവത്തിന് ആവശ്യമുണ്ട്. അവിടെ വെച്ച് ആ മനുഷ്യനോട് സുവിശേഷം പറഞ്ഞു. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അദ്ദേഹം ക്രിസ്തുവിന്റെ ഭാഗത്തായി. ഞാൻ പറഞ്ഞതിന്റെ വിഷയം, ഇന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ്, ദൈവമേ, നീ എന്നെ ഒന്നും വിളിച്ചില്ലല്ലോ. സ്തോത്രം. നിന്റെ ഒരു നിയോഗം എനിക്ക് കിട്ടിയില്ലല്ലോ കർത്താവേ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് എന്നെ കാത്തു സൂക്ഷിച്ചിട്ട് പർപ്പസ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. ഒരു പക്ഷേ എന്നല്ല, ഒരു ദൈവ നിയോഗം ഉണ്ടായി. ഒരാളെ ഇതുവരെ ഫോൺ ചെയ്യാത്ത ഒരു വ്യക്തിയെ ഫോൺ ചെയ്യണം എന്ന് ഇന്നങ്ങ് ചിന്തയിൽ വരിക. രാമൻ പറഞ്ഞേ.
നമ്മൾ ഫോൺ എടുക്കും, പല കാര്യങ്ങൾ അറിയുവാൻ. ദൈവമേ, ഇന്ന് ഞാൻ കിടക്കുന്നതിന് മുമ്പ് നിയോഗപ്രകാരം ഒരാളെ വിളിക്കണം. സ്തോത്രം. പ്രൈസ് ലോർഡ്. കർത്താവ് എന്തിനാ ഈ മൊബൈലൊക്കെ തന്നത്? ഹല്ലേലൂയ. പ്രാർത്ഥിക്കണം. കർത്താവ് ഇന്ന് ആരെങ്കിലും ഒന്ന് വിളിച്ച് എനിക്ക് അങ്ങയെക്കുറിച്ച് ഒന്ന് പറയണം, അങ്ങയുടെ സ്നേഹത്തെക്കുറിച്ച് പറയണം, ആ വ്യക്തിയെ കുറിച്ചുള്ള അങ്ങയുടെ ഉദ്ദേശം ഒന്ന് പറയണം. സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനിങ്ങനെ ഓർത്തു പോവുകയാണ് കേട്ടോ. മോശയുടെ ജീവിതത്തിലേക്ക് വരാൻ വന്നില്ല. ആമേൻ, സ്തോത്രം. ഞാൻ ഈ ദിവസങ്ങളൊക്കെ ഹിയർ ഐ ആമിനെ കുറിച്ച്, ഞാൻ ഇതായെന്നുള്ളതിനെ കുറിച്ച് പരിശുദ്ധാത്മാവിനെ ആഴമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഒരിക്കലും ഒരു ചർച്ചില് ശുശ്രൂഷയ്ക്കായി കർത്താവ് അയച്ചപ്പോൾ അവിടെ നിന്ന് ഒരു സഹോദരിയുടെ ദൈവാത്മാ പറഞ്ഞു, സിസ്റ്ററെ, നിങ്ങൾ സ്ഥിരം കയറുന്ന ഓട്ടോയിലെ ആ യുവാവിനെ സ്തോത്രം യേശുവിനെ കുറിച്ച് പറയണം. സ്തോത്രം. ഓട്ടോക്കൂലിയും കൊടുത്തങ്ങ് വിടരുത്, അവനോട് യേശുവിനെ കുറിച്ച് പറയണം. ഹല്ലേലൂയ. സ്തോത്രം. അവരത്ര സീരിയസ് ആയിട്ടൊന്നും എടുത്തില്ല. ആന്റി അത്ര സീരിയസ് ആയിട്ടൊന്നും എടുത്തില്ല. നാളെ പറയാം എന്ന് പറഞ്ഞ് നീട്ടി കൊണ്ടുപോയി. സ്തോത്രം. ഹല്ലേലൂയ. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ ഓട്ടോ ഡ്രൈവർ ആത്മഹത്യ ചെയ്തു എന്നൊരു വാർത്തയാ കേട്ടത്. ആന്റി നിലവിളിച്ചു. ആന്റിയുടെ മനോനില തെറ്റിപ്പോയി. സ്തോത്രം. ഇതെനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന വിഷയമാണ്. ദിവസങ്ങളോളം നിലത്ത് വെറും പായൽ കിടന്ന് കരയുന്ന ഒരു ആന്റിയാ പിന്നീട് ഞങ്ങളെല്ലാം കണ്ടത്. കിടന്ന് നിലവിളിച്ച് പറഞ്ഞത് ഇതാണ്, അയ്യോ എന്റെ ദൈവമേ, എനിക്ക് രക്ഷിക്കാൻ പറ്റിയില്ലല്ലോ, എന്റെ ദൈവമേ, എനിക്ക് രക്ഷിക്കാൻ പറ്റിയില്ലല്ലോ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ്, നമ്മളിങ്ങനെ അബ്രഹാമിനെ യാക്കോബിനെ കുറിച്ചെല്ലാം പഠിച്ചു. സ്തോത്രം. ഇന്ന് രാത്രി ദൈവം പറയുകയാണ്, ഞാനിതാ എന്ന്. ഇന്ന് രാത്രിയിൽ അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ദൈവസ്ഥനിൽ ഒന്ന് കരയുമോ? കർത്താവെ, നിന്റെ ഹിതത്തിനായി ഞാൻ സമർപ്പിക്കുകയാ. സ്തോത്രം. ഹല്ലേലൂയ. രക്ഷിക്കപ്പെടുന്നത് മാത്രമല്ല ദൈവഹിതം, സ്നാനപ്പെടുന്നത് മാത്രമല്ല ദൈവഹിതം, എന്നും ചർച്ചിൽ പോകുന്നത് മാത്രമല്ല ദൈവഹിതം. ദൈവത്തിന് നിങ്ങളെ കുറിച്ചൊരു കമ്മീഷൻ ഉണ്ട്. സ്തോത്രം. ദൈവത്തിന് നിങ്ങളെ കുറിച്ചൊരു താല്പര്യമുണ്ട്. ഒരു ഭക്തന്റെ ഓരോ ദിവസവും ദൈവത്തിന് വിലപ്പെട്ടതാണെന്നേ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നമ്മളെല്ലാം, ഞാൻ ഉൾപ്പെടെ പ്രാർത്ഥിക്കുന്ന വിഷയമാണ്. എന്റെ ദൈവമേ, സമാധാനത്തോടെ കിടന്ന് ഉറങ്ങാൻ പറ്റണേ. നമ്മുടെ അയൽക്കാരന് സമാധാനമില്ലാതെ അവൻ നട്ടം തിരിയുമ്പോൾ നമുക്കെങ്ങനെ സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റും? നമ്മുടെ കൂട്ടു സഹോദരൻ സമാധാനമില്ലാതെ സ്തോത്രം ഉറക്ക ഗുളിക കഴിച്ച് കിടക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുന്നു? എന്റെ ദൈവമേ, നമ്മളങ്ങ് പറയുക, ഞാനോ സമാധാനത്തോടെ കിടന്നങ്ങ് ഉറങ്ങും. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ദൈവദാസന്മാരെ ഒന്നും കുറ്റം പറയുകയല്ല പറയുന്നത്, നിങ്ങൾ ധൈര്യമായിട്ടങ്ങ് ഉറങ്ങിക്കോളാൻ. അപ്പുറത്തൊരാൾ ധൈര്യമില്ലാതെ ഉറക്കം കേട്ട് ധൈര്യമെല്ലാം പോയി ഉറക്കം കേട്ട് അപ്പുറത്തെ റൂമിൽ അപ്പുറത്തെ അപ്പാർട്ട്മെന്റിൽ കിടക്കുക. നമ്മൾ ദൈവത്തോട് പറയുകയാണ്, ഞാൻ സമാധാനത്തോടെ ഉറങ്ങും. ഉറങ്ങണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഉറങ്ങുന്നതിന് മുമ്പ് ഉറക്കം കെട്ടവരുടെ ജീവിതത്തിലെ സമാധാനം കൊടുക്കുവാൻ കർത്താവ്, ഞാൻ ഉറങ്ങുന്നതിന് മുൻപ് ഞാൻ സമാധാനത്തോടെ ഉറങ്ങുന്നതിന് മുൻപ് സമാധാനമില്ലാത്തൊരു വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. സമാധാനമില്ലാത്ത വ്യക്തിയെ ഞാൻ വിളിക്കും. ദൈവത്തിന് അവളെ കുറിച്ചുള്ള ഉദ്ദേശത്തെ ഞാൻ അവളോട് പറയും. സമയങ്ങൾ മുന്നോട്ട് പോകുന്നുവല്ലോ. സ്തോത്രം. നമ്മളെ കർത്താവ് പഠിപ്പിച്ചു കൊണ്ടുവന്നത് മോശ പറയുക, ഞാനിതാ. നമ്മൾ മോശയെ കുറിച്ച് ഒത്തിരി പഠിച്ചല്ലേ, ദൈവത്തിൽ അങ്ങ് ഒത്തിരി പഠിപ്പിച്ചല്ലേ. ഹല്ലേലൂയ. സ്തോത്രം. എന്നാൽ ലേവ്യ കുടുംബത്തിലെ ഒരു പുരുഷൻ മറന്നുപോയിട്ടില്ലല്ലോ. ഒരു പുരുഷൻ സ്തോത്രം ചെയ്യേണ്ടത് പുരുഷൻ ചെയ്തു. സ്തോത്രം. ഹല്ലേലൂയ. അടുത്തത് നമ്മൾ വായിച്ചത് എന്താണ്? സ്തോത്രം. അവൾ ഒരു ഞാങ്ങണപ്പെട്ടകം വാങ്ങി, അമ്മ ഒരു ഞാങ്ങണപ്പെട്ടകം വാങ്ങി. സഹോദരി മറിയാം സ്തോത്രം ഞാങ്ങണപ്പെട്ടകം ഞാങ്ങണയുടെ ഇടയിൽ കൊണ്ടുവയ്ക്കുന്നു. തന്റെ സഹോദരൻ എന്ത് സംഭവിക്കുന്നു അറിയാൻ ദൂരത്ത് നിൽക്കുന്നു, പ്രാർത്ഥനയോടെ നിൽക്കുന്നു.
ഹല്ലേലൂയ. തന്റെ സഹോദരന് വേണ്ടി വാദിക്കുവാൻ നിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇതൊക്കെ പരിശുദ്ധാത്മാവ് കഴിഞ്ഞ ദിവസം നമ്മളെ കുറിച്ച് നമുക്ക് ചിന്തകൾ നൽകി നമ്മളെ ബലപ്പെടുത്തി. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അത് കഴിഞ്ഞിട്ട് ദൈവത്തിനാത്മാവ് ചിന്തിപ്പിച്ചത് ആമേൻ പ്രൈസ് ദി ലോർഡ് സഹോദരങ്ങളുടെ പിണക്കം മാറ്റുവാൻ നോക്കി. ആമേൻ. സ്തോത്രം. അത് പരാജയപ്പെട്ടു. അവൻ മിസ്രയീം വിട്ട് ഓടുന്നു. പ്രൈസ് ദി ലോർഡ്. ഈജിപ്തിൽ വളരുമെന്നും അവിടെ നിന്നുകൊണ്ട് ചിലതെല്ലാം ചെയ്തെടുക്കുവാൻ സാധിക്കുമെന്നൊക്കെയും കരുതിയ മോശ അവിടെ വിടുകയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അങ്ങനെ ഇത്രോന്റെ ഭവനത്തിൽ എത്തുന്നു. അവന്റെ ആടുകളെ മേയിച്ചുകൊണ്ട് മരുഭൂമിക്ക് അപ്പുറത്തേക്ക് കടന്നു പോകുന്നു. സ്തോത്രം. ഇവിടൊക്കെ ഒത്തിരിയും ദൈവിക ആലോചനകൾ മറിഞ്ഞു കിടപ്പുണ്ട്. അവിടെ ഒന്നും ഞാൻ തൊടുന്നില്ല കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. 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 നോക്കണമേ, 3-ാം അധ്യായം തുടങ്ങുകയാണ്. അവൻ ആടുകളെ മരുഭൂമിക്ക് അപ്പുറത്ത് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബ് വരെ കൊണ്ടുചെന്നു. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപടർപ്പിന്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അവൻ നോക്കിയാറെ മുൾപടർപ്പ് തീപിടിച്ച് കത്തുന്നതും മുൾപടർപ്പ് വെന്തു പോകാതിരിക്കുന്നതും കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കണമേ, അവൻ നമ്മുടെ ജീവിതത്തിൽ പലതും നമ്മൾ കാണാറുണ്ട്. കണ്ടിട്ട് കാണാതെ പോകുന്നതുണ്ട്. കണ്ടിട്ട് കാണാതെ ഞാനത് കണ്ടില്ല, ഞാൻ അത് അതിനെ ഗൗനിക്കാതെ, ഞങ്ങളുടെ അടൂർ ഭാഷയെ പറഞ്ഞാൽ അതിനെ ഗൗനിക്കാതെ, അതിനെ മൈൻഡ് ചെയ്യാതെ പോകാറുണ്ട്. സ്തോത്രം. ദൈവത്തിനാത്മാവ് പറയുകയാണ് കേട്ടോ, നീ മൈൻഡ് ചെയ്യാതെ പോയതൊക്കെ ചിലതൊക്കെ ദൈവപ്രവൃത്തിയായിരുന്നു കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഒരു ദിവസം എന്തെല്ലാം കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ചിലതൊക്കെ ദൈവത്തിന്റെ ഉദ്ദേശമാണെന്ന് മനസ്സിലാക്കി ഒരു നിമിഷം ഒന്ന് നിന്നിരുന്നെങ്കിൽ ആമേൻ നമ്മുടെ ജീവിതം തന്നെ മാറിപ്പോയേനെ. ചൂടാറാതാൽ ഒരു നിമിഷം അവിടെ നിൽക്കുവാൻ പരിശുദ്ധാത്മാവിനോട് ആവശ്യപ്പെടുക. പലരും പറയും, ദൈവമേ അങ്ങടെ ഒരു ഇടപെടൽ എന്നോട് ഉണ്ടാകണമേ, അങ്ങടെ ഒരു എന്താ പറയാ, അങ്ങ് എന്നോടൊന്ന് ഇടപെടണമേ. എത്രയോ തവണ നമ്മുടെ മുൻപിൽ ദൈവം നമ്മളോട് ഇടപെടാൻ വന്നതാണ്. ദൈവം നമ്മളെ ഒന്ന് ഒരുക്കിയെടുക്കാൻ വന്നതാണ്. സ്തോത്രം. നോക്കിക്കേ, അല്ലെങ്കിൽ അവിടെ പറയുന്നത് നോക്കിക്കേ. ആമേൻ. സ്തോത്രം. അവൻ നോക്കി കണ്ടോ, അവൻ നോക്കിയാറേ. ഹല്ലേലൂയ. ഞാനൊരു ആത്മീയ ദൂത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ. സ്തോത്രം. പ്രഭാതം തുടങ്ങി സന്ധ്യാസമയം വരെ, അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങുന്നതിന് മുൻപ് വരെ എന്തെല്ലാം നമ്മൾ കാണുന്നു. യാത്രയിൽ കാണുന്നു, ഭവനത്തിൽ കാണുന്നു. ആമേൻ. സ്തോത്രം. ചിലതൊക്കെ അസാധാരണമായി, ആമേൻ. സ്തോത്രം, അസാധാരണം, ഒരിക്കലും കാണാൻ പാടില്ലാത്തത്, അല്ലെങ്കിൽ എനിക്കും നിങ്ങൾക്കും എല്ലാം ഒരു നോർമൽ വിസ്ഡം ഉണ്ടല്ലോ. സ്തോത്രം. പ്രൈസ് ലോർഡ്. ഇതിന്റെ അകത്ത് പല പ്രൊഫഷണൽ ആയിട്ടുള്ളവർ ഉണ്ട് ഇതിന്റെ അകത്ത്. സ്തോത്രം. നേഴ്സസിന് അറിയാം എന്തുകൊണ്ടാണ് ഇന്ന കാര്യം ഇങ്ങനെയൊക്കെ നടക്കുന്നത്. ഒരു എഞ്ചിനീയർക്ക് അറിയാം എന്തുകൊണ്ടാണ്. ഒരു ടീച്ചർക്ക് അവന്റെ രീതിയിൽ പഠിച്ചിട്ടുണ്ട്. പ്രൈസ് ലോർഡ്. ഇനി പാസ്റ്റർമാരാದ ഞങ്ങൾക്ക്, അല്ലെ സാജു പാസ്റ്ററെ, നമ്മൾ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. ദൈവം നമ്മളെ കുറച്ചെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. കുറച്ച് തിയോളജി, പ്രസംഗ ശാസ്ത്രവും, സ്തോത്രം, ഖണ്ഡന ശാസ്ത്രവും എല്ലാം നമ്മളെ ദൈവം പഠിപ്പിച്ചിട്ടുണ്ട്. സ്തോത്രം. ഈ പഠിച്ച, ഇനി എന്റെ ഭാഷ ഞാനൊന്നും പഠിച്ചിട്ടില്ല, ഞാൻ 5-ാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ, ഒന്നുമില്ലെങ്കിൽ ലോക പരിചയം ഉണ്ടല്ലോ. സ്തോത്രം. പണ്ടൊരു കവി പറഞ്ഞത്, ലോകമേ എന്താ പറയുന്നത്, ഒരു പഠനശാലയാണല്ലോ. സ്തോത്രം. അറിവില്ലാത്തവരായിട്ട് ഇവിടെ ആരുമില്ല. ദൈവം തന്ന ജ്ഞാനത്തിനനുസരിച്ച് നമുക്ക് ചിലതെല്ലാം അറിയാം. എന്നാൽ നമ്മൾ അങ്ങനെ അറിവുള്ള നാം ചിലതെല്ലാം കാണുമ്പോൾ ആമേ ഒന്ന് നിൽക്കണം അവിടെ. സ്തോത്രം. എല്ലാ കാഴ്ചയും തട്ടിമാറ്റി പോകാനുള്ളതല്ല. പ്രൈസ് ദി ലോർഡ്. ചിലതിന് മുൻപിൽ നിന്നിരുന്നെങ്കിൽ, ഞാൻ തന്നെ എന്നോട് തന്നെ ആമേ കർത്താവ് സംസാരിക്കുക, എന്റെ മോനെ, നീ അവിടെ നിന്നൊന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ നിന്റെ ശുശ്രൂഷയുടെ റൂട്ടേ മാറിപ്പോയനെ. ഞാനിത് ഇന്നലെ രാത്രിയിലാണ് ഞാൻ ഈ വേദഭാഗങ്ങൾ പിന്നെ പരിശുദ്ധാത്മാവിനെ പഠിപ്പിക്കുവാൻ തുടങ്ങി. ഇവിടെ വന്ന ശേഷം പലതവണ ചിലതിന് മുൻപിൽ നിൽക്കുവാൻ ഇതെന്താണെന്ന് അറിയാൻ ഒരു ജിജ്ഞാസയൊക്കെ വന്നു. നമ്മള് ജീവിതത്തിന്റെ ഓട്ടത്തിൽ നമ്മൾ അങ്ങ് ഓടുക.
നമ്മൾ വണ്ടി ഓടിച്ചങ്ങ് പോകുക. സ്തോത്രം. നമ്മൾ പിള്ളേരെ നോക്കി അങ്ങ് പോകുക. ആമേൻ. കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി വരുന്നുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നു. സ്തോത്രം. നമ്മൾ കഞ്ഞിയും കറിയും വെച്ചൊക്കെ അങ്ങ് പോകുക രശ്മി വിനോദേ. പ്രൈസ് ലോർഡ്. സ്തോത്രം. അങ്ങനെ രശ്മി അങ്ങനെ ആണെന്നൊന്നും അല്ല ഞാൻ പറയുന്നത് കേട്ടോ. സ്തോത്രം. നമ്മൾ ബീൻസ് വരിഞ്ഞ് ക്യാരറ്റ് വരിഞ്ഞ് നമ്മൾ അങ്ങ് പോകുക. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ഇതിനിടയിൽ എത്രയോ തവണ ആമേൻ സ്തോത്രം നമ്മളെ കർത്താവിന്റെ നിയോഗത്തിന് വേണ്ടി ദൈവം നമ്മളെ വഴി തിരിച്ചു വിടുവാൻ നമ്മുടെ മുമ്പിൽ എന്തെല്ലാം ഒരുക്കിക്കൊണ്ട് വന്നു. നമ്മളൊന്ന് നിന്നോ? അല്ലെങ്കിൽ ആമേൻ സ്തോത്രം. അതായത് ആമേൻ സ്തോത്രം 3 വാക്യം വായിച്ച്, നമ്മൾ ഇതുവരെ വാക്യങ്ങളൊന്നും വായിച്ചില്ല. പുറപ്പാട് 3:3. ഉൾപ്പടർപ്പ് വെന്തു പോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപ്പടർപ്പിന്റെ നടുവിൽ നിന്ന് അവനെ മോശെ മോശെ എന്ന് വിളിച്ചു. അതിന് അവൻ ഇതാ ഞാനെന്ന് പറഞ്ഞു. താങ്ക് യു സിസ്റ്റർ. എന്തോ ദൈവത്തിന്റെ ആത്മാവ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് നോക്കിക്കേ. അവൻ നോക്കിയാറെ. എല്ലാരും കേൾക്കണേ. അവൻ നോക്കിയാറെ. എല്ലാരും ചേർന്ന് പറഞ്ഞേ. അവൻ നോക്കിയാറെ. കണ്ടിട്ട് പോയില്ല. ഇന്നെല്ലാരും പരിശുദ്ധാത്മാവിന്റെ കൂടെ ആണോ? ഇന്ന് നമ്മൾ തീരുമാനം എടുക്കാൻ പോവാ. നോക്കിയാറേ. ഞാൻ നോക്കിയിട്ടങ്ങ് പോകത്തില്ല. ഞാൻ എന്നും കാണുന്നതാണെന്ന് പറഞ്ഞ് പോകത്തില്ല. ഇനി എനിക്ക് ഇതിനകത്ത് എന്തോ വലിയ കാര്യം. ഇതൊരു അസാധാരണമായ കാഴ്ചയാ. ഇത് അങ്ങനെ ആരും കണ്ടിട്ടില്ല ഇങ്ങനെ. ഞാൻ എന്തിനും ആവശ്യമില്ലാത്ത കാര്യത്തിന് പോയി ഇതും എന്റെ ജീവിതവും ഇതുമായിട്ടൊന്നും വലിയ ബന്ധമൊന്നും ഇല്ല. അങ്ങനല്ല. സ്തോത്രം. നോക്കിക്കേ. അവൻ നോക്കിയാറ്. അതിനകത്ത് ഭയങ്കര ആഴമുണ്ട് കേട്ടോ. അവൻ നോക്കിയാറേ. ആമേൻ. പറഞ്ഞല്ലോ, നമ്മൾ ഈ ലോകത്തിലെ നമ്മുടെ നിലനിൽപ്പിനായി നമ്മൾ പഠിച്ചതും നമ്മൾ അറിഞ്ഞതും വെച്ച് മുന്നോട്ട് പോവാം. സ്തോത്രം. അതിന്റെ നടുവിൽ ആമേൻ ദൈവത്തിന് നമ്മളോട് ഇടപെടുവാനുള്ളതായ ദൈവന്റെ വഴികളെ ഒരുക്കിക്കൊണ്ട് വരുമ്പോൾ ദൈവം ഒരുക്കുന്ന ചില പ്രത്യേക വിഷൻസിന്റെ മുൻപിൽ, ദൈവം ഒരുക്കി തരുന്ന ചില പ്രത്യേക സാഹചര്യങ്ങളുടെ മുൻപിൽ നോക്കിയാറേ. അവൻ നോക്കിയാറേ. സ്തോത്രം. മുൾപ്പടർപ്പ് തീപിടിച്ച് കത്തുന്നതും മുൾപ്പടർപ്പ് വെന്ത് പോകാതിരിക്കുന്നതും കണ്ടു. നോക്കിക്കേ. നോക്കിയാറേ. അവിടെ നിന്ന് അവന് വേണമെങ്കിൽ അവനിപ്പോ ഈ മുൾപ്പടർപ്പ് കത്തുന്നതും അത് വെന്ത് പോകാതിരിക്കുന്ന ഒന്നും അല്ല വിഷയം. അമ്മായിപ്പന്റെ ആടുകളെ നോക്കണം. അതിന്റെ എണ്ണം കുറയരുത്. അതിനെ കാട്ടുമൃഗം ഭക്ഷിക്കരുത്. അതിനെ തിരികെ വീട്ടിലെത്തിക്കണം. ഇതാ അവന്റെ ഉത്തരവാദിത്വം. പക്ഷേ അങ്ങനെ വലിയൊരു റെസ്പോൺസിബിലിറ്റി നിൽക്കുമ്പോൾ ഇവിടെ ഈ ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന എല്ലാവർക്കും ഓരോ ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങളുടെ നടുവിൽ ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കുവാൻ ദൈവം ഒരുക്കുന്ന ചില ഇൻസ്റ്റൻസുകള്, ദൈവം ഒരുക്കുന്ന ചില സാഹചര്യങ്ങളുടെ നടുവിൽ അതിനെ നോക്കുവാൻ അടുത്തത് ആമേൻ സ്തോത്രം. ആമേൻ. ദൈവം നമുക്ക് കാണിച്ചു തരുന്ന ആ കാഴ്ചയുടെ പ്രത്യേകത എന്താണെന്നറിയുവാൻ കണ്ടു. അടുത്തത് കണ്ടു. മുൾപ്പടർപ്പ് വെന്ത് പോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച കണ്ടോ. എനിക്കതൊക്കെ അങ്ങോട്ട് ഡെപ്തിലേക്ക് പോകണമെന്നുണ്ട്. നോക്കിയാറേ. കണ്ടു. അടുത്ത പദം ഈ വലിയ കാഴ്ച. ഇന്ന് പകൽക്കാലം വലിയൊരു പരിശുദ്ധാത്മാവുമായിട്ട് വലിയൊരു എൻകൗണ്ടറിന് എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്. സ്തോത്രം. ഈ വലിയ കാഴ്ച, നോക്കുന്നതിനപ്പുറം, കാണുന്നതിനപ്പുറം ഈ വലിയ കാഴ്ച.
ഞാൻ ഇതിനു മുമ്പ് ഇത് കണ്ടിട്ടുണ്ട്. ഇതിനു മുൻപ് ആമീൻ സ്തോത്രം ഞാൻ തീയെ കണ്ടിട്ടുണ്ട്. മുൾപ്പടർപ്പിന് തീ ഞാൻ ഇട്ടിട്ടുണ്ട്. ആമീൻ സ്തോത്രം എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയാം. ആമീ ഈ തീയുടെ പ്രത്യേകത എനിക്കറിയാം. ആമേ പക്ഷേ ഇത് അതിനേക്കാളും ശ്രേഷ്ഠമാണ്. അല്ലെങ്കിൽ ഇതിനകത്ത് എന്തോ ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട്. സ്തോത്രം. ഞാൻ എന്നും വണ്ടി ഓടിക്കുന്ന റൂട്ടിലല്ലല്ലോ ഞാൻ ഇന്ന് പോകുന്നത്. ഞാൻ എന്നും വണ്ടി ഓടിക്കുന്ന പോലെ അല്ലല്ലോ ഞാൻ വണ്ടി ഓടിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്ലെങ്കിൽ ആമേൻ സ്തോത്രം. ആമേൻ സ്തോത്രം. സജൻ പാഷ ഞാനിപ്പോഴും എന്നെ ദൈവം നടത്തുന്ന ശുശ്രൂഷ നടത്തുന്ന വിധങ്ങൾ ഞാൻ പറയാം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നാട്ടിലായിരുന്ന സമയത്താണ് പ്രൈസ് ദി ലോർഡ്. ഇവിടെ അങ്ങനെ പൊതുവിൽ മീറ്റിങ്ങിന് പോകാനുള്ള ഒരു വഴി തുറന്നു വന്നിട്ടില്ല. ആമേൻ ശുശ്രൂഷകൾക്ക് പോകുമ്പോൾ ആമേൻ പഠിച്ച് മുഴങ്കാലയിൽ ഇരുന്ന് പഠിച്ച് പ്രാപിച്ചാൽ നമ്മൾ പോകുന്നേ. അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് റൂട്ട് അങ്ങോട്ട് മാറ്റും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ചിന്തിക്കുന്നത് ഇതല്ലല്ലോ ഞാൻ പഠിച്ചുകൊണ്ട് പോകുന്നത്, ഇതല്ലല്ലോ ഞാൻ ഇന്നലെ അറിഞ്ഞത് എന്ന് ഞാൻ ഒരു 2 മിനിറ്റ് ഒരു 5 സെക്കൻഡ് ഞാനൊന്ന് ചിന്തിക്കും. എന്താ ദൈവമേ ഇത്? എന്തിനാ ദൈവന്റെ റൂട്ട് മാറ്റി വിട്ടത്? എന്തിനാ എനിക്ക് ഇങ്ങനൊരു അനുഭവത്തിൽ കൂടി തുറന്നു വിട്ടത്? അപ്പോൾ ദൈവ ശബ്ദം പറയും, മോശേ മോശേ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മ പറയുന്നു, ഉത്തരവാദിത്തങ്ങളുടെ നടുവിൽ ആമേൻ സ്തോത്രം നമ്മുടെ കണ്ണുകൾ ദൈവം ഒരുക്കുന്ന വ്യത്യസ്തമായ കാഴ്ചകൾ കാണുവാൻ, ദൈവം ഒരുക്കി തരുന്ന വ്യത്യസ്തമായ സാഹചര്യങ്ങളെ ഒന്ന് പഠിക്കുവാൻ, ദൈവ കൃപയിൽ ഒന്ന് പഠിക്കുവാൻ, ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് അതിനെ നോക്കുവാൻ. ഒന്നുകൂടി പറയുന്നു, ഇപ്പൊ മോശ ആഗ്രഹിച്ച നിലവാരത്തിലാണ് മോശ നോക്കുന്നേ അല്ല, ദൈവം ആഗ്രഹിച്ച കണ്ണുകളിൽ കൂടി മോശ ഇപ്പൊ അതിനെ നോക്കുകയാണ്. എന്റെ ദൈവമേ, അടുത്ത ദിവസങ്ങളിൽ ഞാൻ പഠിച്ചതിന് പ്രകാരം കാര്യങ്ങളെ വിശകലനം ചെയ്യുവാനല്ല, അങ്ങയുടെ മനസ്സ് പോലെ, അങ്ങയുടെ ആത്മാവ് ആഗ്രഹിക്കുന്ന പോലെ ആ വിഷയത്തെ നോക്കുവാൻ, ആ സാഹചര്യത്തെ നോക്കുവാൻ ഞാനിതാ അടുത്ത് വരുന്നു. നോക്കിക്കേ, ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. രാമേ പറഞ്ഞു, ഒരു ചുവട് ഇന്ന് രാത്രി എത്ര പേര് വെക്കും? ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ ഇതുവരെ കാണാത്ത ഒന്നാണല്ലോ, ഞാൻ ഇതുവരെ കേൾക്കാത്ത ഒന്നാണല്ലോ, ഞാൻ ഇതുവരെ പോകാത്ത ഒരു വഴിയാണല്ലോ. ആമേൻ സ്തോത്രം. ഇങ്ങനെ ഒന്നും എന്റെ ജീവിതത്തിൽ വന്നിട്ടില്ലല്ലോ, ഇങ്ങനെ ഒന്നും എന്റെ ഭവനത്തിൽ നടന്നിട്ടില്ലല്ലോ, ഇങ്ങനെ ഒന്നും എന്റെ ചർച്ചയിൽ നടന്നിട്ടില്ലല്ലോ. മോശ പറയുക, ഞാൻ ചെന്ന് നോക്കട്ടെ. ചൂടാബാലാബ ശബ്ദാരകാബാറാബാല അൽഖാദാര ധൂരാദാര വൈശാബാര ഹംദർ കൗഢ മനഗടകരഗജരാധികച്ചുര വൈഡബലകരസിഹ. ഇത് പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ പുറപ്പാട് പുസ്തകം 2:11 ഇതേ വാക്യമുണ്ട്. സ്തോത്രം. ചെന്ന് നോക്കട്ടെ എന്ന് വായിച്ചേ. 2:11. ആ കാലത്ത് മോശ മുതിർന്ന ശേഷം അവൻ തന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് അവരുടെ ഭാരമുള്ള വേല നോക്കി. രണ്ട് ഭാഗത്ത് എഴുതിയേക്കുന്നത്. ആ കാലത്ത് മോശ മുതിർന്ന ശേഷം അവന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്നു അവരുടെ ഭാരമുള്ള വേല നോക്കി. 2:11 ഒന്ന് ചെന്ന് നോക്കി പരാജയപ്പെട്ടവനാ. ഞാൻ ഇത് നോക്കാനൊന്നും പോകുന്നില്ല. നിങ്ങൾ കണ്ടോ? ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് മുട്ടിക്കുന്ന കണ്ടോ? ചെന്നു നോക്കി. 2:11 മോശ ബുദ്ധി കൊണ്ട് ചെന്ന് നോക്കിയതാ. അവിടെ നിന്ന് ഓടിയവനാ. ചൂടാറാതാലാബാലാബ ശബ്ദന രഹസ്യാഥന അരകടകലകജകസ്യ. പരിശുദ്ധാത്മാവിന്റെ ചലനം ഞാൻ ഈ ഗ്രൂപ്പിൽ കാണുകയാ കേട്ടോ. ആമേസ്തോത്ര. ബുദ്ധി കൊണ്ട് ഒരിക്കൽ ചെന്ന് നോക്കി ഓടി. ആമേസ്തോ എന്റെ പരിപാടി ഇവിടെ ഒന്നും നടക്കത്തില്ല. അതറബലബലബ ചെന്നു നോക്കി. സ്തോത്രം 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 സ്തോത്രം. ഇനി ഞാൻ ഒന്നും നോക്കാൻ പോകുന്നില്ല. ഇനി എന്തെങ്കിലുമൊക്കെ ഉള്ളത് പോലൊക്കെ നടക്കട്ടെ. ഞാൻ ഇനി അന്വേഷിക്കാനും പോകുന്നില്ല, ഞാൻ നോക്കാനും പോകുന്നില്ല. ഇങ്ങനൊക്കെ ചിന്തിച്ച് നടന്നവനാ. ഇനി എന്റെ മുമ്പിൽ എന്തെല്ലാം നടന്നാലും, എന്റെ വീട്ടിൽ എന്തെല്ലാം നടന്നാലും, എന്റെ ചർച്ചിൽ എന്തെല്ലാം നടന്നാലും, എന്റെ ദേശത്ത് എന്തെല്ലാം നടന്നാലും ഞാൻ ചെല്ലാനും പോകുന്നില്ല, ഞാൻ നോക്കാനും പോകുന്നില്ല. അതൊക്കെ ചിന്തിച്ച് നടന്നവനാ മോശം. പക്ഷെ ദൈവം പറഞ്ഞല്ല, നിന്നെ ഞാൻ എന്റെ അടുക്കൽ വരുത്തും. നോക്കിക്കേ, ഇവിടെ പറയുകയാണ് ചെന്നു നോക്കട്ടെ. ഇന്ന് പകൽക്കാലം ഇന്നലകളിൽ ചെന്ന് നോക്കിയെടുത്ത് നീ പരാജയപ്പെട്ടവനാ.
ഇന്നലകളിൽ ചിലതൊക്കെയും പരിഹരിപ്പാൻ നീ ചെന്ന് നോക്കിയെടുത്ത നീ നീ മുട്ടുമടക്കി മടങ്ങി വന്നവളാണ്. ഇന്ന് രാത്രികാല പരിശുദ്ധാത്മാവ് പറയുന്നത് ഇതിനെ പരാജയപ്പെടുത്തുന്ന ഒരു നോട്ടമല്ല, ഇത് നിന്നെ ഒരുക്കിയെടുക്കുകയാണ്. ദൈവം, ഞാൻ ഒരിക്കലും ഇത് പഠിക്കാൻ നോക്കിയതാ, ഞാൻ എന്താണെന്ന് അറിയാൻ നോക്കിയതാ, ചെന്ന് നോക്കിയതാ, എനിക്ക് അവിടെ നിൽക്കാൻ സാധിച്ചില്ല, എനിക്ക് അവിടെ നിന്ന് ഓടിപ്പോരേണ്ടി വന്നു. പക്ഷെ ഇവിടെ ഇത് ഓടിച്ചു കളയുന്ന സ്ഥലമല്ല, ഇത് ഒരുക്കിയെടുക്കുന്ന സ്ഥലമാ. ഇന്ന് പകൽക്കാലം എത്ര പേര് അടുത്ത് വരും ഇതെന്താണെന്ന് അറിയുവാൻ, ദൈവമേ നിന്റെ അരുളപ്പാടെന്ന് അറിയുവാൻ, കർത്താവേ നിന്റെ ഈ വ്യത്യസ്തമായ അനുഭവം കാണുവാൻ ഞാൻ അടുത്ത് വരുന്നു എന്ന് എത്ര പേര് തീരുമാനമെടുക്കുന്നു? ഓ, അവൻ വരുന്ന യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപടർപ്പിന്റെ നടുവിൽ നിന്ന് അവനെ മോശയെ എന്ന് വിളിച്ചു. അതിനവൻ ഇതാ ഞാൻ എന്ന് പറഞ്ഞു. രാമൻ പറഞ്ഞു, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. സബ്മിറ്റ് ചെയ്യുക. ഇതാ ഞാൻ, സ്തോത്രം, ഇതാ ഞാൻ, സ്തോത്രം. ആ വാക്കിനകത്ത്, ആ ഒറ്റ വാക്കിനകത്ത് അവന്റെ സറണ്ടർ വാക്ക് കാണാൻ പറ്റും. ഞാൻ പഠിക്കാൻ നോക്കി കർത്താവ്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അറിവാൻ നോക്കി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഗ്രഹിപ്പാൻ നോക്കി, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ആമേൻ, സ്തോത്രം. ഇതാ ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ, ഇങ്ങോട്ട് അടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകിയാൽ അതൊന്നും ഞാൻ എടുക്കുന്നില്ല, ചെരുപ്പഴിച്ചുകളക എന്ന് കൽപ്പിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. നോക്കുക, ആമേൻ, സ്തോത്രം. ഈ മോശയെ ദൈവം വിളിച്ചു. പെട്ടെന്ന് മോശയുടെ ചരിത്രം ഞാൻ പെട്ടെന്ന് പറയാം. വിശദമായ കാര്യങ്ങളുണ്ട് മോശയുടെ. 7 ക്വാളിറ്റീസോടെ 7 ഗുണങ്ങളുണ്ട് മോശയ്ക്ക്. അതൊന്നും ഞാൻ എടുക്കുന്നില്ല. സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. മോശയെ കർത്താവ് വിളിക്കുന്നു. മോശ ദൈവം വിളി കേട്ടോ ഒരുങ്ങുന്നു. വിളിച്ചതിന്റെ പർപ്പസ് പറയുന്നു. ഹല്ലേലൂയ. നിങ്ങളെ കൊണ്ട് വായിപ്പിക്കണമെന്നുണ്ട്, ഞാൻ വായിപ്പിക്കുന്നില്ല. സ്തോത്രം. 5 ദൈവം ആരാണ്, ദൈവം നിൽക്കുന്ന സ്ഥലം എന്താണ് എന്നൊക്കെ ദൈവം മോശയെ വെളിപ്പെടുത്തുകയാണ്. ഓ, നോക്കിക്കേ, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളക എന്ന് കൽപ്പിച്ചു. ഹോ, ഹല്ലേലൂയ. സ്തോത്രം. ദൈവജനമേ, ആമേൻ, ആമേൻ. ദൈവം നമ്മളെ ഒരുക്കുന്നത് ചിലതെല്ലാം അഴിച്ചു കളഞ്ഞിട്ട്, ആമേൻ. നിങ്ങൾ എപ്പോഴും ഇങ്ങനെയുള്ള ഒരുക്കത്തിന്റെ ശുശ്രൂഷകൾ കേൾക്കുന്നതായതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. ദൈവം നമ്മളെ വിളിക്കുമ്പോൾ ഒരുക്കിയെടുക്കും. സ്തോത്രം, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. അതെ, പത്രോസിനോട് ദൈവം പറഞ്ഞത് ചെരുപ്പിടാനാ പറഞ്ഞത്. മോശയോട് പറയുകയാണ്, നീ ചെരുപ്പഴിച്ച് കളക. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. പുറപ്പെടേണ്ട സ്ഥലത്തുനിന്ന് പുറപ്പെടണമെങ്കിൽ ചെരുപ്പിട്ടേ പറ്റത്തുള്ളൂ. പക്ഷേ നിൽക്കേണ്ട സ്ഥലത്ത് നിൽക്കണമെങ്കിൽ ചില ചെരുപ്പൊക്കെ അഴിച്ചു കളയണം. ദൂത് മനസ്സിലായോ? ദൈവം പത്രോസിനോട് പറഞ്ഞത്, ഞാൻ നിന്നെ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്ത് കൊണ്ടുവരാൻ പോകുകയാണ്, നീ അര കെട്ടി ചെരുപ്പിട്ട് മുറുക്കിക്കൊള്ളുക. സ്തോത്രം. നിങ്ങളെയൊക്കെ പേര് വിളിച്ച് ശുശ്രൂഷിക്കുന്ന ആയതുകൊണ്ട് ഇന്ന് ഞാൻ പേരൊന്നും വിളിക്കുന്നില്ല കേട്ടോ. സ്തോത്രം, ഹല്ലേലൂയ. ചില കാരാഗ്രഹത്തിൽ നിന്ന് പുറത്ത് വരണമെങ്കിൽ ചെരുപ്പിട്ട് മുറുക്കിയേ പറ്റത്തുള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. ദൈവ വചനം കൊണ്ട് കാലിനെ ഒരുക്കിയേ പറ്റത്തുള്ളൂ കേട്ടോ. സമാധാന സുവിശേഷം കൊണ്ട് ബലപ്പെട്ടേ പറ്റത്തുള്ളൂ കേട്ടോ. സ്തോത്രം, ഹല്ലേലൂയ. ദൈവ പാസ്റ്ററെ, പലർക്കും ഒരു ചിന്തയുണ്ട്. നയമാന പറ്റിയ ചിന്ത പോലെ ഏലീഷ വന്ന് എന്ത് ചെയ്യണം? ഈ തലയിൽ നിന്ന് കൈയൊക്കെ എന്ന് കറക്കി വെച്ച് അപ്പോ എന്ന് പറയുമ്പോ എന്റെ കുഷ്ഠരോഗം അങ്ങ് പോകണം. സ്തോത്രം, ഹല്ലേലൂയ. ചിലതൊക്കെ ശാസിച്ചാ പോകും. ചില കാരാഗ്രഹത്തിൽ നിന്ന് പുറത്ത് വരണമെങ്കിൽ ചെരുപ്പിട്ടേ പറ്റത്തുള്ളൂ. ഇപ്പൊ മനസ്സിലായോ? ചില കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വരാൻ പറ്റാത്തത്, ചില കെട്ടുകളിൽ നിന്ന് അഴിയാത്തത്. ഏതൊക്കെ പാഷയെ വിളിച്ച് കെട്ടഴിച്ചു.
പ്രിൻസ് പാഷയെ വിളിച്ച് കെട്ടഴിച്ചു, അഴിയുന്നില്ല. യോഹന്നാൻ പാഷയെ വിളിച്ച് കെട്ടഴിച്ചു, എല്ലാരും പറയും അഴിയുന്നു അഴിയുന്നു അഴിയുന്നു. സ്വത്രം എന്തോ അഴിയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചിലത് അഴിയാത്തതിന്റെ കാര്യം മനസ്സിലായോ? പത്രോസ് ഇതിന്റെ അകത്തു നമുക്ക് വേണ്ടി ആരും പ്രാർത്ഥിക്കുന്നില്ലെന്നല്ല, എല്ലാരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പക്ഷെ എന്താ പുറത്തു വരാൻ പറ്റാതെ? സ്വത്രം ദൈവവചനം കൊണ്ട് ദൈവവചനം നമ്മുടെ കാലിനൊരു ദീപമായിരിക്കട്ടെ. ദൈവവചനം കൊണ്ട് നമ്മുടെ പാതകളെ ശുദ്ധീകരിക്കുക. ദൈവവചനം കൊണ്ട് നമ്മുടെ ഡെയിലി ജീവിതത്തെ നമ്മൾ ഒരുക്കിയെടുക്കുക. അടകലഘടകതല അർത്ഥലജാലകസ്യ അല്ലെങ്കിൽ പറയുക, പേരെടുക്കുന്നില്ല, പേരെടുത്ത് പറയുന്നില്ല. ഇന്ന് രാത്രികാലം വചനം കൊണ്ട് നീ ഒരുങ്ങുക, വചനം കൊണ്ട് നീ ഉറയ്ക്കുക. കേട്ട വചനങ്ങൾ കൊണ്ട് ഹൃദയത്തെ ഒരുക്കുക. കേട്ട വചനം കൊണ്ട് നിന്റെ നടപ്പുകളെ നിർമ്മലമാക്കിയാൽ ഇന്ന് രാത്രി തന്നെ ദൈവം ആ കുണ്ടറയിൽ നിന്നെ പുറത്തു കൊണ്ടുവരും. ആ ഇരുട്ടറയിൽ നിന്ന് കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരും. എന്നാൽ ചില സ്ഥലത്ത് നിൽക്കണമെങ്കിൽ ചിലർ പറയും ഉറയ്ക്കുന്നില്ല. എന്തോ ചെയ്യുന്നില്ല? എന്തോ പറ്റുന്നില്ല? പാഷ അവിടെ അങ്ങോട്ട് ഉറച്ചു നിൽക്കാൻ, അങ്ങോട്ട് മുന്നേറാൻ. പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോഴേ ഒരു ഇടർച്ച. ഉപവസിക്കണമെന്നുണ്ട്, പറ്റുന്നില്ല. പ്രാർത്ഥനയ്ക്കിരിക്കണമെന്നുണ്ട്, പറ്റുന്നില്ല. വചനം പഠിക്കണമെന്നുണ്ട്, പറ്റുന്നില്ല. കർത്താവ് പറയാ, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്ന് ചെരുപ്പ്. ഈ പ്രാർത്ഥനയൊക്കെ എന്തിനാ? വചനം എന്തിനാ പഠിക്കുന്നത്? ഉപവസിക്കുന്നത് എന്തിനാ? ദൈവഹിതം അറിയാനല്ലയോ? ഇങ്ങോട്ടങ്ങ് ഉറക്കാൻ വരിക. ഇത് ഉറക്കമല്ല. ചില ചെരുപ്പുകളൊക്കെ അഴിച്ചു കളയണം. ചിലതൊക്കെ ജീവിതത്തിൽ നിന്ന് അഴിച്ചു മാറ്റണം. കണ്ണുകളിൽ നിന്ന് അഴിച്ചു മാറ്റണം, കാതുകളിൽ നിന്ന് അഴിച്ചു മാറ്റണം, കൈകളിൽ നിന്ന് അഴിച്ചു മാറ്റണം, കാലുകളിൽ നിന്ന് അഴിച്ചു മാറ്റണം, ഹൃദയത്തിൽ നിന്ന് അഴിച്ചു മാറ്റണം. ഇതൊക്കെ പറഞ്ഞാൽ നമ്മൾ കളയേണ്ടതെല്ലാം കളഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പിക്കേണ്ടത് കർത്താവ് ഉറപ്പിക്കും. ൂലാധാരാബാല ശംധാബാരാബാല അർത്ഥരാധ ബൗഡലഗജഗസ്യാംധനെ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഞാൻ എന്റെ വാക്കുകളെ പതിയെ അവിടെ നിർത്തുകയാണ് കേട്ടോ. സ്തോത്രം, ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ചരിത്രം കണ്ട ഏറ്റവും നല്ല ഒരു 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 ലീഡറിനെയാണ് നമുക്ക് മോശയിൽ കൂടി കാണുവാൻ സാധിക്കുന്നത്. പെട്ട ചുരുക്കമായി പറയാം. അവൻ പറയുന്നത്, ദൈവമേ, ഞാൻ വിക്കനാണ്, എന്റെ നാവ് തടിച്ച നാവാണ്. സ്തോത്രം. എനിക്ക് വാക്ക് വൈഭവം ഇല്ലെന്ന് അങ്ങ് അറിയുന്നു. ചില ജൂയിഷ് ചരിത്രം മോശയുടെ ഈ നാവ് തടിക്കാനുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് എത്രമാത്രം വിശ്വാസ യോഗ്യമാണെന്ന് എനിക്ക് അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. സ്തോത്രം, ഹല്ലേലൂയ. പക്ഷെ എന്റെ ഒരു ചോദ്യമുണ്ട്. എടാ മോശെ, നീ ഈ തടിച്ച നാവ് കൊണ്ട് എങ്ങനാടാ നീ ഇവരെ ഓടിച്ചത്? സ്തോത്രം. പെട്ടെന്ന് നിങ്ങളുടെ അറിവിലേക്ക് പറയാം. 2 2:17 വായിച്ചേ. എന്നാൽ ഇടയന്മാർ വന്ന് അവരെ ആട്ടിക്കളഞ്ഞു. അപ്പോൾ മോശ എഴുന്നേറ്റ് അവരെ സഹായിച്ച് അവരുടെ ആടുകളെ കുടിപ്പിച്ചു. അതാ എന്റെ ചോദ്യം. ഈ ഇത്രയും ഈ വിക്കനായ മോശ എന്നൊക്കെ പറയുന്നു. ഈ ഇടയന്മാരെ ഓടിക്കണമെങ്കിൽ എന്തൊക്കെ സംസാരിക്കണ്ടേ? സ്തോത്രം, പ്രൈസ് ലോർഡ്. അപ്പോ ആമേസ് ഇതിനൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. ആടിനെ മേയിച്ച് നാക്ക് വിക്കായി പോയതാന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കതൊന്നും ഒരു പ്രശ്നമല്ല. ആടിനെ മേയിച്ചതാന്നോ, ഈ ഈജിപ്ഷ്യൻ ജൂയിസ് ട്രഡീഷൻ പറയുന്നത് കുഞ്ഞുനാളിലെ മോശ ഈ ഫറവോന്റെ കൊട്ടാരത്തിൽ വളർന്നപ്പം തീക്കട്ട എടുത്ത് വിഴുങ്ങിയെന്നൊക്കെയാ പറയുന്നത്. എനിക്ക് അത്ര കൂടെ വിശ്വാസ യോഗ്യമല്ല. സ്വതന്ത്രം. ഇനി തീക്കട്ട വിഴുങ്ങിയതാണോ അതോ ഇനിയും ആടുകളെ മേച്ചാണോ ഒന്നും നമുക്കൊരു വിഷയമല്ല. പ്രൈസ് ലോർഡ്. സ്തോത്രം, ഹല്ലേലൂയ. മിടുക്കനാണെന്ന് പറഞ്ഞവൻ, എനിക്ക് ഇത്രമേ പറയാനുള്ളൂ. സ്തോത്രം. മിടുക്കനാണെന്ന് പറഞ്ഞവൻ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, വാക്സാമർത്ഥ്യമൊക്കെ അങ്ങ് പോയി. നാവ് തടിച്ചു.
ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാണ്. സ്തോത്രം. ഇതേ മോശ അഹരോനെ ഒരുക്കി കൊടുക്കുന്നുണ്ടെങ്കിലും മോശ തന്നെ നേരിട്ട് ഫറവോനോട് സംസാരിക്കുന്നതൊക്കെ നമുക്ക് ബൈബിളിൽ കാണുവാനും സാധിക്കുന്നുണ്ട്. സ്തോത്രം. പക്ഷേ ദൈവം അവനെ തെരഞ്ഞെടുത്തപ്പോൾ അവനൊരു ബലഹീനത മുന്നോട്ട് വെക്കുക. ഞാൻ ചിന്തിച്ചു പോകാറുണ്ട്. സ്തോത്രം. ഈ കാലത്തിലെ മോശന്മാരെ പോലെ ഒന്നും അല്ലായിരുന്നു ഈ നമ്മുടെ മോശ. സ്തോത്രം. ഹല്ലേലൂയ. ഒരു വലിയ ഒരു ഉത്തരവാദിത്വം കർത്താവ് മോശയ്ക്ക് കൊടുക്കുമ്പം മോശ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. ഇന്ന് ആരെങ്കിലും ഒഴിഞ്ഞു മാറുമോ? സ്തോത്രം. ഹല്ലേലൂയ. ഇത്രയും വലിയ ഉത്തരവാദിത്വം ആരെങ്കിലും ഒഴിഞ്ഞു മാറില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പക്ഷേ തന്നെ കൊണ്ട് ഇതിന് കഴിയത്തില്ലെന്നും മറ്റാരെങ്കിലും ഏൽപ്പിക്കണമെന്നൊക്കെ പറഞ്ഞ് സ്വമേധയാ ഒഴിയുമ്പോൾ ദൈവം അവനെ ഉറപ്പിച്ച് അവനെ ഒരുക്കിയെടുത്ത് അവനെ മെരുക്കിയെടുത്ത് ചൂടാപാര ഭൗഷാപാര ഈ വിളിയുടെ പിന്നില് മോശെ എന്നുള്ള ഈ വിളിയുടെ പിന്നില് ദൈവത്തിന് അവനെ ഒരുക്കിയെടുക്കുവാനുണ്ട്. ദൈവത്തിന് അവനെ മെനഞ്ഞെടുക്കുവാനുണ്ട്. കൂടാതെ അവനവന്റെ ബലഹീനതകളെല്ലാം 3 എക്സ്ക്യൂസുകളാ മോശ പറയുന്നത്. സഹോദരൻ, അതിലെ ഒന്നാണ് എനിക്ക് സംസാരിപ്പാൻ അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. അടുത്തത് മറ്റാരെങ്കിലും അയക്ക്, ഞാൻ ഇതിനൊന്നും യോഗ്യനല്ല. സ്തോത്രം. പക്ഷെ കർത്താവ് പറഞ്ഞു എനിക്ക് നിന്നെ തന്നെ വേണം. എനിക്കറിയാം ചിലര് മാറി നിൽക്കുന്നുണ്ട്. കർത്താവ് ഇത് വേറെ ആരെങ്കിലും ഏൽപ്പിക്കെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവരുണ്ട്. പക്ഷെ കർത്താവ് പറയുന്നത് എനിക്ക് നിന്നെ തന്നെ വേണം. ഹല്ലേലൂയ. നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു എനിക്ക് നിന്നെ തന്നെയാ വേണ്ടുന്നത്. എനിക്കറിയാം ഞാൻ പോകാമെന്ന് പറയുന്നവരെ അല്ല ദൈവത്തിന് വേണ്ടുന്നത്. അങ്ങനെയുള്ളവരെ വേണ്ടെന്നല്ല പറയുന്നത്. അങ്ങനെയുള്ളവരെ കർത്താവ് ഒരുക്കി എടുക്കും. എന്നാൽ എന്നെ കൊണ്ട് കഴിയത്തില്ല, എന്നെ കൊണ്ട് ഇത് സാധ്യമല്ല എന്ന് പറയുന്നവർക്ക് ദൈവം വിശേഷാൽ അനുഭവങ്ങളെ കൊടുത്ത് ഒരുക്കിയെടുക്കുന്നവനാണ്. ഇതുപോലെ സൗമ്യൻ. സ്തോത്രം കേട്ടോ. ഞാൻ ഇതാ ഇന്ന് പറഞ്ഞ മോശയെ കുറിച്ച് പറയുന്ന ആള് ഈ ഭൂമിയുടെ പരപ്പിൽ ദൈവം അവനെ കുറിച്ച് സാക്ഷ്യം കൊടുക്കുക. മോശയെ പോലെ സൗമ്യനായ ഒരു പുരുഷനെ കണ്ടെത്താൻ പറ്റുമോ? ഞാനിത് കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. എന്റെ ദൈവം ഇത്രയും കോപമുള്ളൊരു ആളെ നോക്കി ദൈവം പറയാം ഇത്രയും സൗമ്യനായ വ്യക്തി. ബാക്കി ക്വാളിറ്റീസ് ഒക്കെ മറ്റൊരു അവസരത്തിൽ പറയാം. ഒത്തിരി നല്ല ഗുണങ്ങളുണ്ട് കേട്ടോ. നെടുമ്പാട് വീണ് കരയുന്നൊരു സ്വഭാവം. ദൈവം മോശയോട് പറഞ്ഞു ഞാൻ ഇവരെ ഈ ഇസ്രായേൽ ജന ഈ കാണുന്നവരെ മൊത്തത്തിൽ നശിപ്പിക്കാൻ പോവുക. ഞാൻ നിന്നെ നിന്റെ കുടുംബത്തെ സൂക്ഷിച്ചുകൊള്ളാം. അവരിൽ നിന്ന് വരുന്നവർ കനാൻ ദേശത്ത് കയറിക്കൊള്ളട്ടെ. മോശ പറഞ്ഞു ദൈവമേ സ്തോത്രം അങ്ങനെ ചെയ്യല്ലേ. വേദഭാഗങ്ങളൊന്നും ഞാൻ എടുക്കുന്നില്ല കേട്ടോ. ജനത്തിന് വേണ്ടി ഇടിവ് നിൽക്കുന്ന സ്തോത്രം. ഇതൊക്കെ ഇച്ചിരി നമ്മളൊക്കെ ആണെങ്കിൽ എന്നെ കൊണ്ട് വഹിയ ഇതിനെ ഇവരെ മേയ്ക്കാനൊന്നും എന്നെ കിട്ടത്തില്ല ദൈവമേ എന്ന് പറഞ്ഞു ഒഴിഞ്ഞ സ്ഥാനത്ത് ഇതിനെയൊക്കെ ആണോ ദൈവമേ എന്റെ കയ്യിൽ ഏൽപ്പിച്ചത്? സ്തോത്രം. അല്ലെ സജൻ പാഷേ, ഞാനും കുറച്ച് ചർച്ചകളൊക്കെ ഇരിക്കാൻ കർത്താവ് സഹായിച്ചു. ആദ്യം കൂടെ കയറിയപ്പം കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പം ആദ്യത്തെ സഭാചാർച്ച ഞാൻ അറിയാതെ ദൈവത്തോട് ചോദിച്ചു എന്റെ ദൈവമേ ഈ ഐറ്റത്തൊക്കെ ആണോ എന്റെ കൈ തന്നേന്ന്. എന്റെ ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. എന്തെല്ലാം വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു വീട് ചെന്നപ്പോ പട്ടി പ്രസവിക്കുന്നില്ല, അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു വീട്ടിൽ ചെന്നപ്പോ പശു പ്രസവിക്കുന്നില്ല. ഞാൻ സ്തോത്രനോട് പപ്പ ചോദിച്ചു നീ ഈ പട്ടിയെ പ്രസവിപ്പിക്കാനും ഈ പശുവിനെ പ്രസവിപ്പിക്കാനും ഉള്ളത് നിനക്ക് നേരം? സ്വന്തം കാര്യം ഈ ഫോണിൽ കൂടെ വിളിക്കുന്നത് അവര് കേൾക്കുന്നുണ്ട്. ഞാൻ പറയും എന്റെ ദൈവം ഇതൊക്കെയാണോ? എന്തെല്ലാം ഐറ്റങ്ങളാ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിനോട് പറയും എന്റെ മോനെ എന്തെല്ലാം ഇനി കാണാൻ കിടക്കുന്നു. സ്തോത്രം. പിന്നീട് ഒരു പ്രാർത്ഥന വിഷയത്തിന് മുമ്പിലും നോ എന്ന് പറഞ്ഞിട്ടില്ല. ചില പ്രാർത്ഥനാ വിഷയങ്ങൾ കേൾക്കുമ്പോൾ ഇതൊക്കെ പ്രാർത്ഥിക്കണോ, ഇതിനൊക്കെ നിൽക്കണോ, ഇതിനൊക്കെ ഇടിവ് നിൽക്കണോ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ ഒരുക്കിയെടുക്കേണ്ടതിനെ ഒരുക്കിയെടുത്ത് സ്തോത്രം നന്നാക്കേണ്ടതിനെ നന്നാക്കുവാൻ പിന്നീട് എന്നെ പഠിപ്പിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ഈ മോശ ദൈവത്തിന് മുൻപാകെ നെടുമ്പാട് വീണ് കരയുന്ന മോശയെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. തന്റെ കുറവുകൾ ഏറ്റുപറയുന്ന മോശയെ കാണുവാൻ സാധിക്കുന്നുണ്ട്. സ്തോത്രം. ഈ രാത്രി കാലം ദൈവജനമേ സ്തോത്രം. മോശയുടെ ക്വാളിറ്റീസ് ഞാൻ പിന്നാലെ പറയാം.
ഞാൻ ഇതാ എന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി കുറവുള്ള മനുഷ്യനായിരുന്നു. സ്തോത്രം. ഒത്തിരി അറിവുകൾ ഉണ്ടായിരുന്നെങ്കിലും ഒത്തിരി കുറവുകൾ ഉണ്ടായിരുന്നു. ഒത്തിരി ജ്ഞാനം ഉണ്ടായിരുന്നെങ്കിലും പരിജ്ഞാനമില്ലായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അർത്ഥന ദൈവത്തിന് വേണ്ടി ദൈവത്തിന് എന്നെ ഉപയോഗിക്കാൻ സാധിക്കത്തില്ലെന്ന് കരുതി മാറി മാറി പോയവനാണ്. എന്നാൽ കർത്താവ് അവനെ സ്തോത്രം അല്ലെ എവിടെ പരാജയപ്പെട്ടുവോ അവിടേക്ക് തന്നെ ദൈവം അവനെ വിട്ടു ജയം കാണുവാൻ. ഹല്ലേലൂയ. തന്നെ കൊണ്ട് സാധിക്കത്തില്ലെന്ന് കരുതിയ വിഷയത്തെ ദൈവം അവന്റെ ജീവിതത്തില് പിന്നീടുള്ള ജീവിതത്തില് അവനെ സാധ്യമാക്കി കൊടുത്തു. അവന്റെ ജീവിതത്തിൽ അത്രയും വലിയൊരു ഗ്യാപ്പ് കർത്താവ് വരുത്തിയത്, 40 കൊല്ലത്തെ ഗ്യാപ്പ് കർത്താവ് ഒരു ഇടവേള കർത്താവ് കൊടുത്തത് അവനെ ശക്തനാക്കുവാനാണ്. സ്തോത്രം. ഇതിനകത്ത് ദൈവ വിളി കേട്ടവരുണ്ട്, ദൈവിക നിയോഗം കിട്ടിയവരുണ്ട്. എന്നാൽ കാലതാമസം എന്താ ദൈവമേ താമസിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി കാലം ഓർത്തുകൊള്ളുക, ദൈവം നമ്മളെ ഒരുക്കിയെടുക്കാൻ പോവുകയാണ്. 1, 2 പേരെ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, 1, 2, 3 പേരെ കൊണ്ടുവരുവാനല്ല. ആമേൻ. സ്തോത്രം. വലിയ ഉത്തരവാദിത്തമാണ് കർത്താവ് നമ്മളെ ഏൽപ്പിക്കാൻ പോകുന്നത്. അതുകൊണ്ട് കർത്താവ് ചില നിനക്കൊരു താമസം വരുത്തും. അനുഭവം കൊണ്ടാ പറയുന്നത്. അനുഭവങ്ങൾ ഉള്ളവരിന്റെ അകത്തുണ്ടല്ലോ. കാലതാമസം വരുന്നുവെന്ന് കരുതി ഭാരപ്പെടരുത്. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാണ്. വാനകദേരക ചീതകലച്ചല വൈഡമലക്ഷലം അന്തരവേദകലത്തല വൈഡകലേതലവാല ൂടക്കടക സമനകജാലി ധേരകജാലി അന്തരവത്തല വക്ഷല വൈഡക ധൂബലപാലം അന്തരവത്തല വക്ഷബലത്തല വൈഡബലാദി വാഗാതകല വൈഷബലം ധര വത്തല വൈഡബലേബലമക്ഷല അന്തലവത്തല വൈഡബലത്തല വൈഷകലാദിക ധൂബലബാല സന്ധന വൈഡബലംധരവച്ച അരകച്ചാര വൈഡബലത്തര ചൂടബലത്തര വൈഡബലച്ച അർത്ഥല വൈഡ ചൂടകടച്ച വക്ഷലബന്ധര വൈഡകലത്തര വൈഡബലാജ അന്താരാജ ധൂടാദാല വൈഷാപാര ധൂടാപാര ഹത്തലാജ ധൂടാകാര ഝലദാല ശഖരദരാജ ഹതിരകടകധര അന്നദരാദിയ ധുരാദരാജ. ആമേ സാജൻ പാസ്റ്ററെ ആമേ സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് വചനത്തിൽ കൂടി ഒരു ആലോചന നൽകുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം 26-ാം വാക്യം. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി, കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെയും തുറന്നു പോയി, എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. കൂടാറാതാരാബാലാബാല ആമ അടയ്ക്കപ്പെട്ടത് പ്രാർത്ഥിക്കുന്നവരാ, കാരാഗ്രഹത്തിൽ ആമത്തിലിട്ടിരിക്കുന്നവർ ഉപവസിക്കുന്നവരാ, പാടുന്നവരാ, ദൈവത്തെ സേവിക്കുന്നവരാ, യേശുവിനെ സ്നേഹിക്കുന്നവരാ, യേശുവിനാൽ വീണ്ടെടുക്കപ്പെട്ടവരാ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടത്. എന്തിനാ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടത്? എന്തിനാ ദൈവമേ ഈ ഒരു ചങ്ങല വന്നത്? എന്തിനാ ദൈവമേ ഈ ഒരു ബുദ്ധിമുട്ട് വന്നത്? ദൈവത്തിന് ഒന്നേ പറയാനുള്ളൂ. ആമേ സ്തോത്രം. ചില ആധിപത്യത്തിന്റെ വാതിലുകളെ തുറന്നെടുക്കുവാൻ വ്യക്തമായി പറയുന്നുണ്ട്. അതരഘടകതര ബലബലബലബ ശംഭനാജക ശംഭലഘടകസിയ എല്ലാവരുടെയും ചങ്ങല അഴിയുവാൻ ഊരാധാര ഷൗഡാരാജ. അതിൻ്റെ അകത്ത് ആമേ സ്തോത്രം നിരപരാധികളായിട്ടുള്ളവർ ആമേൻ പൗലോസും ശീലാസും മാത്രമേ ഉള്ളൂ. ആമേൻ സ്തോത്രം. ആമേനാൽ ആമേൻ ആ ഭക്തന്മാരുടെ ജീവിതത്തിലെ ചങ്ങല നിമിത്തം എല്ലാവരുടെ ചങ്ങല അഴിഞ്ഞു. അബ്ദുല പ്രാർത്ഥിക്കുന്ന ഞങ്ങൾക്ക് എന്തിനാ ഈ ഒരു പ്രതിസന്ധി? ഉപവസിക്കുന്ന ഞങ്ങൾക്ക് എന്താ ഈ ഒരു പ്രതിസന്ധി എന്ന് ചോദിക്കുമ്പോൾ ദൈവത്തിനാത്മാവ് പറയുന്നു, നിങ്ങൾ നിമിത്തം നിങ്ങളുടെ കൂട്ടായ്മ നിമിത്തം അജലബില ഘടകസിയ എല്ലാവരുടെ ചങ്ങല അഴിയാൻ പോകുക, ദേശത്തിന്റെ ചങ്ങല അഴിയാൻ പോകുക, ആ രാജ്യത്തിന്റെ ചങ്ങല അഴിയാൻ പോകുക. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരുന്നു. നാലിന്ന് പകൽക്കൽ പരിശുദ്ധാത്മാവ് ശക്തമായി പറയുക, ഉടാലബർ ഈ ചങ്ങല എന്തിനാണ് എന്തിനാണ് അടയ്ക്കപ്പെട്ടത്? എല്ലാവരുടെയും ചങ്ങല അഴിയുക. അത് ദേശം അത്ഭുതപ്പെടുന്നു, രാജ്യം അത്ഭുതപ്പെടുന്നു. ഉഗരജലഘടകലകജന അന്തരാദികസ്തിയ ജലപടകസിയ അൽക്കാ രാജാ ജാരാ ഭൗഡ റാബ രച്ചക്കാര അന്തരവച്ച പ്രാർത്ഥിക്കുന്നവരുണ്ടോ? ഉപവസിക്കുന്നവരുണ്ടോ?
എല്ലാ ചങ്ങലകൾ വഴിയും കൂടാല ബല 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 ആ വെച്ചുര നിങ്ങൾ നിമിത്തം ആ ദേശത്തല ചങ്ങല കെട്ടുകൾ അഴിയുവാനുണ്ട്. ആ ബല ബല കൂട്ടായ്മ നിമിത്തം, ആ മെനമ പ്രാർത്ഥന നിമിത്തം, ആ പാട്ട് നിമിത്തം, അവനെ കത്തിക്കയറുന്ന പോലെ വിശ്രമിക്കുവാൻ സമയമില്ലാത്തതുപോലെ ചങ്ങലകൾ അഴിയുന്നത് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. രാജവൈഷമായി മാനാബലധുരാവൈഡബലഗജലായി വ്യർത്ഥപരിഹതുനബി രാജകശ്യാന്തന ദേവാരാക്കൽ മാനഹംദൻ കൗഡേരേപാരിയ ലഖാനിയ ജരാദ ഭൗഷന ഹംധന അൽഖരാജ ആമെ ശുശ്രൂഷകൾക്ക്, ആമെ മിനിസ്ട്രിക്ക്, ആമെ വലിയൊരു വിശാലത പരിശുദ്ധാത്മാവ് പിന്നെ കാണിക്കുകയാ. അലാച ദുഗല ജഗസ്യ ആമെ സ്തോത്രം. അസോസിയേറ്റുകളെ വാർത്തെടുക്കുന്ന വർഷമാ. അസോസിയേറ്റുകളെ ആ ജലകസ്യ സഹശുശ്രൂഷകന്മാരെ, തീയുള്ള ശുശ്രൂഷകന്മാരെ ആമെ വാർത്തെടുക്കുന്ന വർഷമത്രയെന്ന് പരിശുദ്ധാത്മാവ് ആലോചന നൽകുന്നു. അജലജലാടമാനവാലം വേലാധികത്തുല വൈഡമനക ജഗസ്യ അന്മാരാജ ബൗദ്ധാമാനഹത്തുൽക്കാര ആ വീട് നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. സ്തോത്രം. ഹൃദയം ദൈവത്തിന് പകരാം. ആമെ ഒരിക്കൽ കൂടി അടിയനിതാ. എന്റെ ദൈവമേ, കുറവുകളുള്ളവന് എന്നെ കൊണ്ട് ഇതിന് പറ്റത്തില്ല, എന്നെ കൊണ്ട് ഇതിന് ഇറങ്ങിത്തിരിക്കാൻ പറ്റുകയില്ല. പക്ഷെ ഞാനിതാ അങ്ങയ്ക്ക് കഴിയാത്തതായിട്ട് ഒന്നുമില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നെ വിളിച്ചതിന്റെ ഉദ്ദേശത്തിനായി എന്നെ സമർപ്പിക്കുന്നുവെന്ന് ഇന്ന് രാത്രി എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്, എത്ര പേര് അതിനായി സമർപ്പിക്കുന്നുണ്ട്. സ്തോത്രം. ചരിത്രം ഇതുവരെ കാണാത്ത, നിന്റെ കുടുംബക്കാർ കാണാത്ത, നിന്റെ കൂട്ടുകാർ കാണാത്ത ആമേൻ സ്തോത്രം ഒരു പുത്തൻ അധ്യായം നിങ്ങളുടെ ജീവിതത്തെ തുറക്കുവാൻ എന്റെ യേശു സർവശക്തനാകുന്നു. ഗോഡ് ബ്ലെസ് യു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഹല്ലേലൂയ ദൂതുകളും ആലോചനകളും പ്രിയ ദേവദാസനും കൂടി കേൾപ്പാൻ ദൈവം സഹായിച്ചല്ലോ. കുടുംബമായി ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ആയിരിക്കുന്ന രാജ്യങ്ങളിലും ഹല്ലേലൂയ ചെയ്യുവാനുള്ള കൃപ പിന്നെ സ്വർഗത്തിലും ധാരാളമായി പകർന്നു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഇന്നത്തെ മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായല്ലോ. സ്തോത്രം. നമുക്ക് ഇന്നത്തെ മീറ്റിംഗ് പ്രാർത്ഥിച്ച് ദേവദാസന്മാരെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞു. സജൻ പാഷ പ്രാർത്ഥിച്ച് ആശീർവാദം പറയട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, മനോഹരമായ രാത്രി സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇടയങ്ങൾക്ക് അല്പസമയം നിന്റെ പാദപീഠത്തിലായിരിക്കാൻ കൊണ്ട് കർത്താവ് സഹായിച്ച കൃപകൾക്കായി സ്തോത്രം. ദാസനിൽ കൂടെ അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ആലോചനകൾ ഞങ്ങൾക്ക് കേൾക്കുവാൻ കൊണ്ട് കർത്താവ് ഇടയാക്കി തീർത്ത ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്, ഈ ദിവസങ്ങളിൽ കർത്താവെ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്തെന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് മോശാനായിരുന്ന സ്ഥാനത്ത് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കൊണ്ണം ഇടയായി തീർന്നതുപോലെ അടിയങ്ങളുടെയും ജീവിതത്തിൽ കർത്താവെ ഞങ്ങളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ ഞങ്ങളായി തീരുവാൻ കൊണ്ണം ഇടയാകേണ്ടതിന് ഞങ്ങളെ തന്നെ പൂർണ്ണമായി ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാലം ഈ സൂം പ്ലാറ്റ്ഫോമിൽ കടന്നു വന്ന് ദൈവവചനം ശ്രവിച്ച എല്ലാ ദൈവമക്കളെയും ഞങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ വിഷയങ്ങളെ ഞങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏതെല്ലാം വിഷയങ്ങളുടെ മുഖത്ത് ഭാരത്തോടെ, പ്രയാസത്തോടെ, ദുഃഖത്തോടെ ആയിരിക്കുന്നു അവരുടെ ജീവിതത്തിൽ കർത്താവെ, അതിന്റെ എല്ലാം ശാശ്വതമായ പരിഹാരം കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ പ്രാപിച്ചെടുക്കുവാൻ തക്കവണ്ണം ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല എന്ന് ഒന്നുകൂടെ തിരിച്ചറിയുവാൻ തക്കവണ്ണമുള്ളതായ കൃപ കർത്താവ് ഓരോരുത്തരുടെയും മേൽ പകരപ്പെട്ട് ഈ ദിവസങ്ങളിൽ ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ അടിയങ്ങളായി തീരുവാൻ തക്കവണ്ണം കർത്താവെ, നീ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കേണ്ടതിന് വേണ്ടി അടിയങ്ങൾ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഇന്ന് രാത്രികാലം ദൈവവചനം സംസാരിച്ചതായ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്റെ ദാസനെ നീ ബലപ്പെടുത്തുമാറാക്കണമേ. ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ദൈവത്തിന്റെ കൃപയും കരുതലും പരിപാലനം അനുഭവിപ്പാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണമേ. ശാരീരികമായുള്ള എല്ലാ ക്ലേശങ്ങളിൽ നിന്നും, പ്രയാസത്തിൽ നിന്നും, ഭാരത്തിൽ നിന്നും കർത്താവ് വിടുവിച്ച് ആരോഗ്യത്തോടെ, ബലത്തോടെ നിലനിർത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുക. അനേകർക്ക് ആശ്വാസമായി, അനേകർക്ക് വിടുതലായി, അനേകർക്ക് സമാധാനവും സന്തോഷവും പ്രത്യാശയും നൽകുന്ന അനുഭവങ്ങളായി തീരുവാൻ തക്കവണ്ണം കർത്താവെ നീ സഹായിക്കേണ്ടതിന് വേണ്ടി അടിയങ്ങൾ ദൈവകരങ്ങളിലേക്ക് നിന്റെ മകനെ ഞങ്ങളെ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കർത്താവെ ഹല്ലേലൂയ മറ്റെല്ലാ വിഷയങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകരാജ്യത്തിന്റെ സമാധാനത്തിനായി ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ദൈവദാസന്മാരുടെ വിടുതലിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യയുടെ ഹല്ലേലൂയ സമാധാനത്തിനായി ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. സുവിശേഷ വിരോധികൾ സുവിശേഷത്തിനെതിരായി
പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവെ അതിന്റെ നടുവിൽ ഒരു ദൈവപ്രവൃത്തി കാണുവാൻ തക്കോണം കർത്താവ് സഹായിക്കേണ്ടതിന്, അനേക ജീവിതങ്ങൾ വിടുവിക്കപ്പെടുവാൻ തക്കോണം ഇടയായി തീരേണ്ടതിന് അടിയങ്ങൾ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥനയുടെ കൃപകൾക്കായി സ്തോത്രം, പ്രാർത്ഥനയും കൃപകൾക്കായി സ്തോത്രം. എല്ലാം യേശു ക്രിസ്തുവിന്റെ ധന്യമേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണം സ്വർഗീയ നല്ല പിതാവേ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം ഇപ്പോഴെപ്പോഴും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും കർത്താവിന്റെ രണ്ടാമത്തെ വരവ് വരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരയണമേ. ആമേൻ. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു പാസ്റ്റർ. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. ഫാസ്റ്റിംഗ് ഒക്കെ നന്നായിരുന്നേ. അനുഗ്രഹമായിരുന്നു പാസ്റ്ററെ. സ്തോത്രം, സ്തോത്രം. സ്തോത്രം.